കേട്ടില്ലേ? കൊടികളാണ് ധാരാളം കാണുന്നത്. ഇങ്ങനെ കൊടി കയറ്റലും കൊടി കുത്തലും മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെയാണ് ധാരാളം സംഗതികൾ നടക്കുന്നത്. മാത്രല്ല, നിങ്ങൾ ഈ ഔലിയാക്കന്മാരുടെ മഖ്ബറകളോടനുബന്ധിച്ചുള്ള കൊടി, ആ കൊടികൾ എടുത്തു കണ്ട് പല സ്ഥലങ്ങളിലും ആ കൊടികൾ കയറ്റുന്നു. കാഞ്ഞിരമുറ്റത്ത് കാണുന്നൊരു ദൃശ്യമാപ്പ നിങ്ങൾ കണ്ടത്. കാഞ്ഞിരമുറ്റത്ത് കൊടി കയറ്റുന്നതിന്റെ ദൃശ്യം. അതിനൊക്കെ ആ സ്ഥലങ്ങളിലൊക്കെ നായകന്മാരാകുന്നത്, നേതാക്കന്മാരാകുന്നത് മുസ്ലിയാക്കന്മാര് തന്നെയാണ്. അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇത്തരം കൊടികൾ അവരെ കയറ്റുന്നു, കൊടികളുമായി നടക്കുന്നു. മമ്പുറത്ത് കൊടി പ്രശസ്തമായ കൊടിയാണ്. മമ്പുറം ജാറത്തിലെ കൊടി നിങ്ങൾ എടുക്കാറുണ്ട്. എന്തിനാ? കേട്ടോളൂ, ഞാൻ സിറാജിൽ നിന്നാണ് വായിക്കുന്നത്. മമ്പുറം ഖുതുബുസ്സമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ മഖ്ബറയുടെ തലഭാഗത്തുള്ള കൊടിയാണ് മഴക്കും നടപ്പുദീനത്തിനും കൃഷിനാശത്തിനുമൊക്കെ എടുക്കുന്നത്. ഇപ്പം മഴക്ക് വേണ്ടി, നടപ്പ് ദീനം മാറാൻ വേണ്ടി, കൃഷിനാശം സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയൊക്കെ എടുക്കുന്നത് എവിടുത്തെ കൊടിയാ? മമ്പുറം മഖാമിൽ നിന്ന് എടുക്കുന്നതാണ് കൊടി. ഇനി കേട്ടോളൂ, മമ്പുറം മഖാമിൽ നിന്ന് കൊടി എടുക്കുന്ന സമ്പ്രദായത്തിന് തുടക്കം ഹിജറ 1183 ശേഷമാണെന്ന് കരുതപ്പെടുന്നു. തന്റെ അമ്മാവനായ സയ്യിദ് ഹസൻ ജിഫിരി തങ്ങളുടെ മഖ്ബറക്കരികിൽ ഉയർത്തിയ കൊടി എടുത്തുകൊടുത്തുകൊണ്ട് സയ്യിദ് അലവി തങ്ങൾ ഈ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചു. ഏറ്റവും ഒടുവിൽ മമ്പുറത്തു നിന്ന് കൊടിയെടുത്തത് 1991 നോക്കണം. സയ്യിദ് അലവി തങ്ങളുടെ മഖ്ബറയുടെ തലഭാഗത്തുള്ള മനോഹരമായ 50-ലധികം കൊടികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ വലിപ്പമുള്ളതും അധികം ഭംഗിയുള്ളതുമായ കൊടിയാണ് എടുക്കുന്നത്. ഇന്നും ആചാരത്തനിമ നിലനിർത്തുന്ന ചുരുക്കം ചില മഖാമുകളിൽ ഒന്നാണ് മമ്പുറം മഖാം. ഇനി കേട്ടോളൂ സുഹൃത്തുക്കളെ, മമ്പുറത്ത് നിന്ന് കൊടിയെടുക്കുമ്പോ അതിന് ചില ഷർത്തുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ മുട്ടും വിളിയും മമ്പുറത്തെ തങ്ങൾ അനുകൂലിച്ചിരുന്നു. നിങ്ങളെ സിറാജിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഇത് മുജാഹിദ് എഴുതിയതല്ല, നിങ്ങളുടെ പേരിൽ വെച്ച് കെട്ടുന്നതല്ല. നിങ്ങളുടെ സിറാജിൽ എഴുതിയതാണ്. മമ്പുറത്തെ കൊടിയെക്കുറിച്ച് എഴുതിയപ്പോ മമ്പുറത്തെ കൊടി കിട്ടണമെങ്കിൽ അതിന് ചില ഷർത്തുണ്ട്. എല്ലാവരുമാണ് ചെന്നാൽ കിട്ടുന്നില്ല. മമ്പുറത്തുനിന്ന് കൊടി കിട്ടണമെങ്കിൽ എല്ലാവരും വെറുതെ ചെന്നാൽ കിട്ടൂല. പിന്നെ എന്തൊക്കെ വേണം കേട്ടോളൂ. മുമ്പ് വരൾച്ച ബാധിച്ചു നാട്ടിൽ കുടിവെള്ളത്തിന് ക്ഷാമം നേരിട്ടാൽ അവർ വെള്ളത്തിന് ആധുനിക മാർഗങ്ങൾ തേടിപ്പോകുന്ന പതിവുണ്ടായിരുന്നില്ല. പിന്നെന്താ ചെയ്യാ? കേട്ടോളൂ, മമ്പുറത്ത് നിന്ന് കൊടി കൊണ്ടുപോകാൻ വരുന്നവർ മുട്ടും വിളിയോടും കൂടി വരണമെന്നത് ഇവിടുത്തെ നിയമമാണ്. വെറുതെ എന്നാ മമ്പുറത്തുനിന്ന് കൊടി കിട്ടൂല. മമ്പുറത്തുനിന്ന് കൊടി കിട്ടണമെങ്കിൽ പോലും നിങ്ങൾ ഇന്ന് ഹറാമാന്നൊക്കെ പറയുന്നില്ലേ? നിങ്ങൾ പറയല്ലേ, ഞങ്ങൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ MA ഉസ്താദ് പണ്ടേ പറഞ്ഞിട്ടുണ്ട് അൽബയാനിൽ. ഞാൻ വരുന്നുണ്ട് അങ്ങോട്ട്, നിങ്ങളെ അൽബയാനിൽക്കൊക്കെ പണ്ടേ പറഞ്ഞിട്ടുണ്ട് അറിയില്ലേ? എന്നാ മമ്പുറത്തെ തങ്ങൾ അവിടുന്ന് കൊടി കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താ ഷർത്ത്? മുട്ടും വിളിയോടും കൂടി വരണമെന്നത് ഇവിടുത്തെ നിയമമാണ്. ആ നിയമം ലംഘിച്ചു ചെന്നാലോ? ആ നിയമം ലംഘിച്ചു വരുന്നവർക്ക് കൊടി കൊടുക്കുകയില്ല. തങ്ങളുടെ കാലത്തും ഈ നിയമം കർശനമായിരുന്നു അത്രേ. ഇപ്പൊ തുടങ്ങിയതല്ല, മമ്പുറത്തെ തങ്ങളുടെ കാലത്തെ ഈ നിയമം കർശനമായിരുന്നു. ഇനി ശ്രദ്ധിച്ചോ, അറേബ്യയിൽ നിന്ന് കേരളത്തിലേക്ക് പറിച്ചു നട്ടതാണ് മുട്ടും വിളി. ചീനിമുട്ട് എന്നതായിരിക്കാം ഇതിന് കാരണം. മുട്ടും വിളിയും കൊണ്ടുവന്നാലുമുണ്ട് കൊടി കിട്ടാൻ ചില കടമ്പകളൊക്കെ. ആ കൊടിയും കിട്ടണ നിങ്ങൾ ബാൻഡും മുട്ടും വിളിയൊക്കെ ആയിട്ട് വന്നാലും പോരാ, ഇനിയും ചില കടമ്പ കടക്കാറുണ്ട്. എന്താ കടമ്പ? ആദ്യം അവർ ചെറിയൊരു തുക അവിടെ കെട്ടിവെക്കണം. അതവിടെ കെട്ടിവെക്കണം, ചെലാനടക്കണം. അതിനുശേഷം അവിടുത്തെ ഖത്തീബിന്റെ വകയായുള്ള പ്രാർത്ഥനയും കൊടി കൊണ്ടുപോകുന്ന നാട്ടുകാരുടെ ഉദ്ദേശങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള വാസാംഗ പ്രസംഗവും കഴിയണം. എല്ലാവർക്കും കൊടി പിടിക്കാൻ അനുവാദമില്ല. മഖാമിലെ സ്ഥിരം മൊല്ലാക്കമാർക്കേ അതിന് അനുവാദമുള്ളൂ. പ്രാർത്ഥനയും പ്രസംഗവും കഴിഞ്ഞാൽ ഇവരിൽ ആരെങ്കിലും ഒരാൾ മഖ്ബറയുടെ തലഭാഗത്തുള്ള കൊടികളിൽ സാധാരണ കൊണ്ടുപോകാറുള്ള കൊടിയെടുത്ത് ഉയർത്തിപ്പിടിച്ച് ഗ്രാമത്തെ ലക്ഷ്യമാക്കി നീങ്ങും. അതിന്റെ പിന്നിലായി സുഗന്ധമുള്ള പുകച്ചുരുളുകൾ ഉയർത്തുന്ന ഉലുവാൻ കൂടുമായി മറ്റൊരാളും നീങ്ങും. അവർക്ക് പിന്നിൽ യാ നബി സലാം എന്ന് പാടിക്കൊണ്ട് ജനക്കൂട്ടവും ഏറ്റവും ഒടുവിൽ മുട്ടും വിളിക്കാരും നീങ്ങും. ഏറ്റവും പിന്നാലെ മുട്ടും വിളിക്കാരും നീങ്ങും.
ഗ്രാമത്തിലെല്ലാം കൊണ്ട് നടന്ന് തിരിച്ച് അതേ ആരവത്തോടുകൂടി തന്നെ മഖാമിൽ കൊണ്ടുവന്ന് വെക്കുന്നത് വരെ ആദ്യം പിടിച്ച ആള് മറ്റൊരാൾക്ക് കൊടി കൈമാറാൻ പാടില്ല. എന്തൊക്കെ ഇപ്പൊ ഷർത്തുകൾ ഇനി വിവരിക്കണ്ട. ഇതാ കൊടി. ഈ കൊടി കുത്തലും ഈ കൊടി കയറ്റലും ഈ കൊടി കൊണ്ട് നടക്കലുമാണ് നിങ്ങളെ കൊടി കുത്ത് നേർച്ച. അതാ ചോദിച്ചത് മക്കത്തും മദീനത്തുണ്ടോ? അതിനാ നിങ്ങൾ പറഞ്ഞത് മിനയിലും അറശിയിലൊക്കെ ഏത് രാജ്യങ്ങളുടെ കൊടിയാ കുത്താത്തത്? നല്ല മറുപടിയല്ലേ. പിന്നെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി മൂപ്പര് നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ പ്രശ്നത്തിൽ. ഞാൻ പറഞ്ഞിരുന്നു ഈ ആണ്ട് നേർച്ച ചില അപവാദങ്ങളും എന്നുള്ളൊരു പുസ്തകം ഞാൻ ഇവിടെ കാണിച്ചിരുന്നു. ചെണ്ടമുട്ട്, കുഴൽവിളി, അതുപോലെ തന്നെ കരിമരുന്ന് പ്രയോഗം, ഇതൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവതാരിക എഴുതിയിട്ടുള്ള പുസ്തകം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഞാൻ അവിടുന്ന് പറഞ്ഞിരുന്നു. എവിടുന്നും അല്ല, ഇവിടുന്നാ പറഞ്ഞത്. ഈ പുസ്തകം എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു പുസ്തകമുണ്ട്, ആണ്ട് നേർച്ചയും ചില അപവാദങ്ങളും. അതിന്റെ അടിയിൽ തന്നെയുണ്ട് അഥവാ ആണ്ട് നേർച്ച എന്ത് എന്തല്ല. ഈ രണ്ടു പേരും ഈ ബുക്കിന് വരാനൊരു കാരണമുണ്ട്, പറഞ്ഞു തരാം. അത് ആദ്യം പഠിച്ചു വെച്ചോ. എന്താണെന്നറിയോ? ഈ പുസ്തകത്തിന്റെ ഈ കാണുന്നത് സെക്കൻഡ് എഡിഷനാണ്. സെക്കൻഡ് എഡിഷൻ. ഫസ്റ്റ് എഡിഷൻ എന്നാ ഇറങ്ങിയത് 1973. സെക്കൻഡ് എഡിഷൻ ഇറങ്ങുന്നതോ 1985. ഈ പുസ്തകം എഴുതിയത് KM മുഹമ്മദ് കോയ മാത്തോട്ടമാണ്. ഈ KM മുഹമ്മദ് കോയ മാത്തോട്ടം അവറുകളാൽ രചിക്കപ്പെട്ട ആണ്ട് നേർച്ചയും ചില അപവാദങ്ങളും അഥവാ ആണ്ട് നേർച്ച എന്ത് എന്തല്ല എന്ന ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ പേര് ആണ്ട് നേർച്ച എന്ത് എന്തല്ല എന്നായിരുന്നു. ആ പുസ്തകത്തിന് 2 കോപ്പികൾ, 2 എഡിഷൻ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ എഡിഷൻ ഇറങ്ങിയത് 1973-ലും രണ്ടാമത്തെ ഈ എഡിഷൻ ഇറങ്ങുന്നത് 1985-ലുമാണ്. ഈ 73-ലാണ് മാത്തോട്ടം ഈ പുസ്തകം രചിക്കുന്നത്. അത് തന്നെ മാത്തോട്ടത്തിന്റെ സ്വന്തം വാചകങ്ങളല്ല. ഇവർ ഏറ്റവും വലിയ നേതാവായി അംഗീകരിക്കുന്ന ശാലിയാത്തി ഉണ്ടല്ലോ, ശാലിയാത്തിയുടെ അറബിയിലുള്ള ഒരു ഫത്വ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് ഈ KM മുഹമ്മദ് കോയ പുസ്തകമാക്കിയതാണ് 1973-ൽ. ആ പുസ്തകം മാത്തോട്ടം മുഹമ്മദ് കോയ ഇറക്കുന്ന അവസരത്തിൽ ഇയാൾ എന്ത് ചെയ്തു? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ സമീപിച്ചിട്ട് ഇതിനൊരു അവതാരിക എഴുതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് 1973-ൽ. അങ്ങനെ അന്ന് കാന്തപുരം അവതാരിക എഴുതി കൊടുത്തത് അതേ രൂപത്തിൽ ഒരു മാറ്റവും കൂടാതെ 1985-ൽ ഇയാള് പുതിയ പുസ്തകം ഇറക്കിയപ്പോ അന്ന് 73-ൽ കൊടുത്ത അതേ അവതാരിക തന്നെ ഒരു മാറ്റവും കൂടാതെ 85-ൽ പ്രസിദ്ധീകരിച്ച 2ാം എഡിഷനിലും മാത്തോട്ടം മുഹമ്മദ് കോയ എടുത്തു കൊടുത്തു. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കണം. ആദ്യം എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഞാൻ പേരോടിന്റെ ശബ്ദമൊക്കെ ഇവിടെ കേൾപ്പിക്കും. അയാൾ നടത്തിയ തട്ടിപ്പ് ഇവിടെ കാണിക്കും. അട്ടിമറികൾ നിങ്ങളെ മനസ്സിലാക്കി തരും. അതിന്റെ മുമ്പായി എന്റെ ബഹുമാന്യരായ മുഴുവൻ ശ്രോതാക്കളും ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇക്കാണുന്ന പുസ്തകത്തിന്റെ പേര് ആണ്ട് നേർച്ചയും ചില അപവാദങ്ങളും അഥവാ ആണ്ട് നേർച്ച എന്ത് എന്തല്ല. ഈ പുസ്തകം 2 തവണ മലബാറിൽ ഇറങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെ എഡിഷൻ ഇറങ്ങിയത് 1973-ലാണ്. രണ്ടാമത്തെ എഡിഷൻ ഇറങ്ങുന്നത് 1985-ലാണ്. 85-ൽ ഇറങ്ങിയ എഡിഷനാണിത്. ഈ പുസ്തകത്തിലും 85-ൽ ഈ പുസ്തകം രണ്ടാമതും ഇറക്കിയപ്പോ മാത്തോട്ടം മുഹമ്മദ് കോയ എന്തു ചെയ്തു? മാത്തോട്ടത്തിന്റെ വക ഈ പുസ്തകത്തിൽ ചില കാര്യങ്ങൾ ആണ്ട് നേർച്ചയും ചില അപവാദങ്ങളും എന്ന ഹെഡിങ്ങിന് താഴെ എഴുതിയിട്ട് ചില അല്പം ചരിത്രമൊക്കെ എഴുതി. ആ കൂട്ടത്തിൽ മാത്തോട്ടം എന്തെഴുതി? അല്ലിറുഫാദിന്റെ വഞ്ചന എന്നുള്ളൊരു ഹെഡിങ്ങിന് തീരെ ചില കാര്യങ്ങൾ എഴുതി. എന്തിന്റെ വഞ്ചന? അല്ലിറുഫാദ് മാസികയുടെ വഞ്ചന. അപ്പൊ എന്താ മൂപ്പരെ പിടുത്തെന്നറിയോ? എന്നെ വെല്ലുവിളിക്കാണ്. സലഫിയുടെ 73-ൽ കാന്തപുരം ഉസ്താദ് എഴുതിക്കൊടുത്ത അവതാരിക 73-ൽ എഴുതിക്കൊടുത്ത പുസ്തകത്തില് ശരിക്കും ശ്രദ്ധിച്ചോ? 73-ൽ കാന്തപുരം അവതാരിക എഴുതി എന്ന് പറയുന്ന പുസ്തകത്തിൽ എങ്ങനെയാണ് 980-കൾക്ക് ശേഷം ഇറങ്ങിയ അല്ലിറുഫാദിന്റെ വഞ്ചന കൊടുക്കുക? ആ ചോദ്യം. 73-ൽ ഇറങ്ങുന്ന ഒരു പുസ്തകത്തിൽ എങ്ങനെയാണ് 85-ൽ 1984-ൽ ഇറങ്ങുന്ന അല്ലിറുഫാദിനെ പറ്റി എങ്ങനെയാ 73-ലെ പുസ്തകത്തിൽ വന്നത്? അപ്പൊ ഇത് വഞ്ചനയല്ലേ എന്നാ ചോദിക്കുന്നത്. ഇതിനാ ഞാൻ പറഞ്ഞത്. 73-ലാണ് ഈ പുസ്തകം ആദ്യം ഇറക്കുന്നത്.
ഈ പുസ്തകം ആദ്യം ഇറക്കുമ്പോ മാത്തോട്ടം കാന്തപുരത്തെ സമീപിച്ച് ഒരു അവതാരിക എഴുതി കൊടുക്കാൻ പറഞ്ഞു. അതേ അവതാരിക തന്നെയാണ് 85 സെക്കൻഡ് എഡിഷനിലും ആരെടുത്തു കൊടുക്കുന്നത്? മാത്തോട്ടം മുഹമ്മദ് കോയ. അങ്ങനെയുള്ള ഒരു പുസ്തകത്തിന് ഒരാളൊരു അവതാരിക എഴുതി കൊടുത്താൽ എഡിഷൻ മാറുമ്പോ അവതാരിക മാറ്റൂല. 73 ഇറങ്ങിയ പുസ്തകത്തിന്റെ അതേ അവതാരികയോടെ തന്നെയാണ് 85 പുസ്തകത്തിൽ കൊടുക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയാലോ. ഇനി അത് മാത്തോട്ടം മുഹമ്മദ് കോയ തന്നെ പറയട്ടെ, കേട്ടോളൂ, ശ്രദ്ധിച്ചോളൂ കേട്ടോ. മഹാത്മാക്കളുടെ ആണ്ട് നേർച്ചയെ പറ്റി പറഞ്ഞതായ എൻ അഹമ്മദ് ഹാജിയുടെ സുആലിന് കേരളം കണ്ട പണ്ഡിതന്മാരിൽ അഗ്രഗണ്യനും തെന്നിന്ത്യ മുഫ്തിയുമായിരുന്ന മർഹൂം മൗലാന ശിഹാബുദ്ദീൻ അഹമ്മദ് കോയ തങ്ങൾ നൽകിയ ഫത്വയെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ 1973 ആണ്ട് നേർച്ചകൾ എന്ത് എന്തല്ല എന്ന പേരിൽ എഴുതിയ പുസ്തകമാണ് തുടർന്നുകൊണ്ട് നിങ്ങൾ വായിക്കാൻ പോകുന്നത്. ബഹുമാന്യ സ്നേഹിതനായ ജനാബ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അന്നെഴുതിയ അവതാരികയോടെ തന്നെയാണ് ഇതിന്റെ പ്രസാധകർ ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത്. ശരിക്കും മനസ്സിലായില്ലേ? എന്നിട്ട് ഇയാൾ ഇവിടെ തട്ടിപ്പ് കാണിക്കാണ്. 73 കാന്തപുരം ഉസ്താദ് അവതാരിക എഴുതുക, എന്നിട്ട് ആ പുസ്തകത്തിൽ തന്നെ എന്തുണ്ട്? 84 ഇറങ്ങുന്ന അല്ലുറുഫാദിനെ കുറിച്ചും ഇത് വട്ടല്ലേ എന്നാ ചോദിക്കുന്നത്. ഇതാണ് ശരിയായ തട്ടിപ്പ് എന്നാ എനിക്ക് പറയാനുള്ളത്. ഇത് 2 എഡിഷൻ ഉണ്ട്. ഇത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. മുമ്പത്തെ പ്രസംഗത്തിൽ മൂപ്പര് ഇവിടെ പറഞ്ഞു, ഓർമ്മണ്ടല്ലോ സഹോദരങ്ങളെ, നിങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക. മുമ്പത്തെ പ്രസംഗത്തിൽ ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ മൂപ്പര് എന്ത് പറഞ്ഞിട്ടാ ഒഴിഞ്ഞു മാറിയെന്നറിയോ? അത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ആണെന്നൊക്കെ വെറുതെ പറയുന്നതാണ്. അങ്ങനെ എത്ര അബൂബക്കർ മുസ്ലിയാർ ഉണ്ടാവും എന്നാ ചോദിച്ച്. അങ്ങനെ എത്ര അബൂബക്കർ മുസ്ലിയാർ ഉണ്ടാവും? അങ്ങനെ എത്ര AP അബൂബക്കർ മുസ്ലിയാർ ഉണ്ടാവും? അത് യഥാർത്ഥത്തിലുള്ള AP അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രസംഗത്തിൽ. അത് വിടൂലാന്ന് കണ്ടപ്പോ മൂപ്പര് കളന്മാറി ചവിട്ടിയിട്ട് പറയണത് AP 73 അവതാരിക എഴുതി കൊടുത്തതിൽ എങ്ങനെയാണ് 84 ഇറങ്ങുന്ന അല്ലുറുഫാദിനെ പറ്റി പറയാൻ? ഇരാ തട്ടിപ്പ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇയാൾ ഈ പുസ്തകത്തിൽ കാന്തപുരം പറഞ്ഞ ഇതിനെക്കുറിച്ച് ഞങ്ങൾ ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളും ഇവിടെ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ പുസ്തകം. ഈ പുസ്തകത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവതാരിക എഴുതിയ പുസ്തകത്തിൽ ചെണ്ടമുട്ട് ഹലാലാണെന്നില്ലേ? കരിമരുന്ന് പൊട്ടിക്കൽ അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ പോലും തകരാറില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? കുഴൽ വിളി പാടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ? ഏതാണ് നിങ്ങൾ പറയാത്തത്? ഇതാണ് എന്റെ ചോദ്യം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവതാരിക എഴുതിയ ഈ പുസ്തകത്തിൽ, അഥവാ ആണ്ട് നേർച്ച എന്ത് എന്തല്ല എന്നാണ് ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ പേര്. പരിഷ്കരിച്ച 2ാം പതിപ്പിറക്കിയപ്പോൾ ആണ്ട് നേർച്ചയും ചില അപവാദങ്ങളും എന്ന പേരിലാണ്. ഞങ്ങൾ ഇറക്കിയതല്ല, നിങ്ങളുടെ മാത്തോട്ടം മുഹമ്മദ് കോയ ഇറക്കിയത്. ഈ പുസ്തകത്തിൽ ചെണ്ടമുട്ട്, കുഴൽവിളി, കരിമരുന്ന് പോലെയുള്ള കാര്യങ്ങളെ അനുകൂലിച്ചുകൊണ്ട് അവതാരിക AP അബൂബക്കർ മുസ്ലിയാർ എഴുതിയിട്ടുണ്ടോ ഇല്ലേ? AP അബൂബക്കർ മുസ്ലിയാർ അവതാരിക എഴുതിയ ഈ പുസ്തകത്തിൽ ചെണ്ടമുട്ടും കരിമരുന്നും കുഴൽവിളിയും അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ഇതാ നിങ്ങൾ ജനങ്ങളോട് പറയേണ്ടത്. കുറെ സമയം സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചിട്ട് ആൾക്കാരെ വട്ടാക്കുക. അപ്പൊ ആളുകൾ വിചാരിക്കും സലഫി ഇവിടെ എന്തോ തട്ടിപ്പ് ചെയ്തിട്ടുണ്ട്, കാന്തപുരം ഉസ്താദിന്റെ പേരിൽ എന്തോ നുണ പറഞ്ഞതാണ് എന്ന് വരുത്തി തീർക്കാണ്. നിങ്ങളെ കൊണ്ട് അങ്ങനെയൊന്നും ആ നിലക്ക് പറഞ്ഞൊഴിഞ്ഞു മാറാൻ കഴിയൂല. ഇവിടെ മൂപ്പരുടെ ഒഴിഞ്ഞു മാറ്റം നിങ്ങളൊന്ന് കേൾക്കുക. ഓരോന്നോരോന്ന് വെച്ച് ആ കള്ളത്തരപ്പ പിടികൂടി കാണിച്ചു തരാം, ശ്രദ്ധിച്ചോളി. പിന്നെ മൂപ്പരെന്താണ് പറയും? കാന്തപുരം ഒരു അവതാരിക എഴുതി. ഞാൻ എഴുതിച്ചിരങ്ങൾ കൊണ്ട് അവതാരിക്കാം. വിഷയം ആദ്യം പറയാം. ആണ്ട് നേർച്ചയും അപവാദം, ഇങ്ങനെ ഒരു പുസ്തകത്തിൽ കാന്തപുരം ഉസ്താദ് അവതാരിക എഴുതിയിട്ടുണ്ടോ? ഇല്ലേ? ഇല്ല. ഉണ്ട് എന്ന് തെളിയിക്കാൻ മൗലവിക്ക് സാധ്യവും അല്ല. വിഷയം ഞാൻ പറഞ്ഞുതരാം, ക്ഷമിച്ചിരുന്നു. നമ്മൾ ഈ ആണ്ട് നേർച്ചയിൽ അനാചാരം നടക്കുന്നതിനെ പറ്റി നമ്മളെ അഭിപ്രായം ഉണ്ടായി. അതാദ്യം പറയുന്നത്, ഒരൊറ്റ അനാചാരത്തിന് നമ്മൾ അനുകൂലമല്ല, നമ്മൾ ആലിമികളും അനുകൂലമല്ല. വടകരയിൽ യോഗം ചേർന്ന് ബഹുമാനപ്പെട്ട EK അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർഖദഹ് മഹാനവറുകളൊക്കെ സമസ്തയിൽ വരുന്ന കാലം സമസ്തന്റെ ആലിമീങ്ങൾ വ്യക്തമായി പറഞ്ഞു, നേർച്ചയിൽ അനാചാരങ്ങളുള്ളതൊക്കെ നിർത്തണം, നേർച്ചയിൽ നല്ല കാര്യങ്ങളെ നിർത്താവൂ, ആണ്ട് നേർച്ചകളിൽ പല സ്ഥലത്തും അനാചാരം നടക്കുന്നത് നിർത്തിവെക്കണമെന്ന് സമസ്തന്റെ ആലിമീങ്ങൾ ആ കാലഘട്ടത്തിൽ പറഞ്ഞു. ഞാൻ വെറുതെ പറയല്ല, ഇത് അൽബയാൻ, അന്നത്തെ നമ്മളെ പത്രമാണ് അൽബയാൻ, അറബി മലയാളത്തിലുള്ള പത്രം. ഇതിന്റെ 267 പേജിൽ
അന്ന് മൗലാന എം എ ഉസ്താദ് അവർക്ക് ദീർഘായുഷ് മാഫിയത്ത് കൊടുക്കുക അന്ന് എഴുതിയതുണ്ട്. ഇന്നും ഞങ്ങളെ സമസ്തന്റെ നേതാവാണ് എം എ ഉസ്താദ്. അന്ന് ബഹുമാനപ്പെട്ടവർ എഴുതിയ ഞാൻ നോക്കി വായിക്കാം. നമ്മുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊക്കെ ശരിക്കും പഠിക്കണം. എന്നാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു സെക്കൻഡ് ശ്രദ്ധിച്ചോളൂ ജനങ്ങളെ. ഇപ്പൊ മൂപ്പരെന്താ പറഞ്ഞേ? എം എ ഉസ്താദ് അന്നേ എഴുതിയിട്ടുണ്ട് ഇത് അനാചാരാണ് എങ്കിൽ എം എ ഉസ്താദ് അന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ എം എ ഉസ്താദിനേക്കാൾ നിങ്ങൾ ബഹുമാനിക്കുന്ന നേതാവാണ് ശാലിയാത്തി. ആ ശാലിയാത്തി ചെണ്ടമുട്ടും കുഴൽവിളിയും അനുവദനീയമാണ് എന്ന് എഴുതിയ പുസ്തകത്തിനാണ് നിങ്ങൾ അവതാരിക എഴുതി കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, എന്താണ് ഇതിൽ എഴുതിയത് എന്ന് പറയുന്നത് പിന്നീട് ഞാൻ വിശദീകരിച്ചു തരാം. ശ്രദ്ധിച്ചോളൂ, ഇത് വായിക്കുമ്പോഴാണ് മൂപ്പരുടെ തെറ്റ് ഇന്നലെ സംഭവിച്ചത്. എന്ത് മസാറ് എന്ന് നോക്കി വായിക്കേണ്ടതില് അപ്പോഴാണ് മറ്റു ചാറുകളിലും എന്ന് വന്നത്. അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇന്നലെ കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ. വാർഷിക യോഗത്തിൽ വെച്ച് പല തീരുമാനവും ചെയ്യുകയും പല പ്രമേയങ്ങളും പാസാക്കുകയും ചെയ്തിട്ടുണ്ട്. അവയെക്കുറിച്ചെല്ലാം ഒരു വിശദീകരണം ചെയ്യുവാൻ ഈ ലേഖനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവയിൽ നിന്ന് 2 വിഷയത്തിലേക്ക് മാത്രമാണ് ഈ അവസരത്തിൽ വായനക്കാരുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി, നേർച്ച സ്ഥലങ്ങളിലും മറ്റു ചാറുകളിലും ഉലമാഇന്റെ അറിവിൽപ്പെടാത്ത നിലയിൽ നടന്നു വരുന്ന അനാചാരങ്ങളെ നിർത്തുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ പ്രമേയമാണ്. ഇത് വിശദീകരിച്ചിട്ട് എം എ ഉസ്താദ് അവസാനം പറയാണ്, എന്നാൽ ചില പ്രദേശങ്ങളിൽ നേർച്ചകൾ, കല്യാണാടിയന്തരങ്ങൾ എന്നിവയുടെ അവസരം പതിവായി നാം കണ്ടുവരുന്ന സംഗതിയാണ്. മുട്ട്, വീണവലി, വെടിമരുന്ന് പ്രയോഗം മുതലായവ ഇവ ശറഇന്റെ ദൃഷ്ട്യാ ഹറാമാണെന്ന് പിഞ്ചു പൈതങ്ങൾക്ക് പോലും അറിയുന്ന സംഗതിയാണ്. ഒരു മിനിറ്റ് നമ്മൾ മുമ്പേ പിഞ്ചു പൈതങ്ങൾക്ക് പോലും അറിയുന്ന സംഗതി ശാലിയാത്തിക്ക് അറിയാതെ പോയി എന്നല്ല അതിന്റെ അർത്ഥം, അല്ലെ? പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം ഇതൊന്നും പാടില്ല, അനാചാരാണ്. ശാലിയാത്തി അങ്ങനെ എഴുതിയിട്ടുണ്ടോ? അനാചാരമല്ലാണ്, അനാചാരമാണ് എന്ന് എഴുതിയിട്ടുണ്ടോ ശാലിയാത്തി? അനാചാരമാണ് എന്ന് ശാലിയാത്തി എഴുതിയിട്ടില്ല. ശാലിയാത്തി ഇതൊക്കെ അനുകൂലിച്ച ആളാണ്. അതാണ് ഈ പുസ്തകം എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ. ബാക്കി കേട്ടോ. ഇത് നമ്മൾ മുമ്പേ നമ്മളെ ആലിമീങ്ങൾ എഴുതിയതാ. ശ്രദ്ധിച്ചു കേട്ടില്ലേ? ഇത് മുമ്പേ ഞങ്ങളെ ആലിമീങ്ങൾ എഴുതിയിട്ടുണ്ട്. ശരിക്കും മനസ്സിലായില്ലേ? ഇപ്പോ പണ്ടേ ഞങ്ങളെ ആലിമീങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് ഞങ്ങൾ ഇതൊക്കെ അനാചാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ പേരോടിനോട് ചോദിക്കട്ടെ, നിങ്ങൾക്കിത് ഏത് കൊല്ലമാണ് ഹലാലായത്? ആ ഡേറ്റ് ഒന്ന് പറയും. ഏത് കൊല്ലമാണ്? 952 അൽബയാനിലാണെന്നാണ് എന്റെ ഓർമ്മ. നിങ്ങൾ വായിച്ചത് അത് എഴുതിയതിന്റെ ശേഷം നിങ്ങൾക്ക് ഏത് കൊല്ലമാണ് പിന്നെ ഇത് അനുവദനീയമായത്? കാരണം നിങ്ങളുടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മുമ്പിലേക്ക് മാത്തോട്ടം മുഹമ്മദ് കോയ ശാലിയാത്തിയുടെ പുസ്തകത്തിന്റെ പരിഭാഷയുമായി ചെന്നപ്പോ ആ പുസ്തകത്തിലാണ് ഇയാൾ ഒപ്പിട്ടിട്ടുള്ളത്. അത് കാന്തപുരമാണ് പറയുന്നത്, കേട്ടോളൂ. കാന്തപുരം തന്നെ പറയുന്നത് കേട്ടോളൂ. എന്താ കാന്തപുരം പറഞ്ഞത്? മർഹൂം ശാലിയാത്തി അവറുകൾ തന്റെ ജീവിതകാലത്ത് ഔലിയാക്കൾ, ശുഹദാക്കൾ തുടങ്ങിയ മഹാന്മാരുടെ മസാറുകളിൽ മുസ്ലിങ്ങൾ കഴിച്ചു വരാറുള്ള ആണ്ടുനേർച്ചകളെ പറ്റിയും അതിന്റെ മതവിധികളെ പറ്റിയും സവിസ്തരം പ്രതിപാദിച്ചുകൊണ്ട് നൽകിയിട്ടുള്ള ഒരു ഫത്വയാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം. അപ്പൊ ആ ഫത്വയല്ല, ആ ഫത്വയാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്ന് കാന്തപുരത്തിന് പുസ്തക കാണിച്ചത്. ഇയാൾ എന്താ ഇവിടെ പറഞ്ഞെന്നറിയോ? ശാലിയാത്തിയുടെ ഒരു ഫത്വ ഞാൻ മലയാളത്തിലാക്കട്ടെ എന്ന് ചോദിച്ചപ്പോ അറിഞ്ഞതാ. അങ്ങനെ അറിഞ്ഞതല്ല, ആ പുസ്തകം തന്നെ കാണിച്ചു കൊടുത്തപ്പോ ആ പുസ്തകം തന്നെയാണ്, ആ പുസ്തകത്തിലെ ഉള്ളടക്കം വരെ കാന്തപുരത്തിന് അറിയാം. കാന്തപുരം എന്താ പറഞ്ഞിരുന്നു കേട്ടോളൂ. ആണ്ടുനേർച്ചകൾ അനാചാരമെന്നും അനിസ്ലാമികമെന്നും പെരുമ്പറയടിച്ച് നടക്കുന്നവരുടെ മായാവലയിൽ കുടുങ്ങി നട്ടം തിരിയുന്നവർക്ക് സത്യാവസ്ഥ ഗ്രഹിക്കുവാൻ ഈ പുസ്തകം ഉപകരിക്കും എന്നതിൽ പക്ഷാന്തരമില്ല. ഔലിയാക്കളുടെ മസാറുകളിൽ നടന്നു വരുന്ന ആണ്ടുനേർച്ചകളിൽ ബിദ്അത്തും വലാലത്തുമായ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്ന് സങ്കൽപ്പിച്ച് അത്തരം നേർച്ചകൾ നടത്തരുതെന്നോ അവിടങ്ങളിൽ പോകരുതെന്നോ പറയുന്നത് ശരിയല്ല.
കാരണം ബിദഅത്തും ദലാലത്തും വന്നുചേരുമെന്ന് കരുതി സുന്നത്തും ഹസനാത്തുമായ കാര്യങ്ങൾ ഉപേക്ഷിക്കാവതല്ല എന്ന് കൃത്യമായി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, വിനീതൻ AP അബൂബക്കർ മുസ്ലിയാർ MFB 10/7/73 കാന്തപുരം എന്ന സ്ഥലവും വെച്ചിട്ട് എഴുതിയിട്ടുണ്ട്. അത് തെളിയിക്കാൻ സാധ്യമാണോ എന്നല്ലേ ഇനി മൂപ്പരുടെ ചോദ്യം. മൂപ്പര് ചോദിക്കട്ടെ. മൗലവി ഇവിടെ കാണിച്ചല്ലോ ഒരു ബുക്ക്, കാന്തപുരം അവതാരിക എഴുതി. ഇത് കാന്തപുരം അവതാരിക എഴുതിയ പുസ്തകമാണെന്ന് തെളിയിക്കാൻ മൗലവിയെ ഞാൻ 1000 കുതിരശക്തിയോടെ വെല്ലുവിളിക്കുന്നു. 1,00,000 കുതിരശക്തിയോടുകൂടി വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു. ആണ്ട് നേർച്ച എന്ത് എന്തല്ല എന്ന് കാന്തപുരം അവതാരിക എഴുതിയ ശാലിയാത്തിയുടെ പുസ്തകത്തിൽ KM മാത്തോട്ടം 2ാമത്തെ എഡിഷനിൽ ഇറങ്ങിയ ഈ നിങ്ങൾ കാണിച്ച ഈ പുസ്തകത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ 1973 നൽകിയ അതേ അവതാരികയോടുകൂടെയാണ് പ്രസിദ്ധീകരിക്കുന്നതെന്ന് മാത്തോട്ടം പറഞ്ഞതും നിങ്ങളാ അതേ പ്രസിദ്ധീകരണത്തെ 973 അതേ അവതാരിക 85 നിങ്ങൾ കാണിച്ച പുസ്തകത്തിലുണ്ട്. വെറുതെ പറയാ, കളവ് പറയുന്നതല്ല ഇത്. മക്കത്ത് കൊടികുത്തുണ്ടോന്ന് ചോദിച്ചേക്ക് അവിടെ എല്ലാ രാജ്യത്തിന്റെയും കൊടിയുണ്ട് എന്ന് പറഞ്ഞ ആളല്ലേ. അതിലപ്പുറം പ്രതീക്ഷിച്ചൂടെ നിങ്ങൾക്ക്? അപ്പൊ സുഹൃത്തുക്കളെ, ഈ പുസ്തകത്തിലെ മുഖ്യ പ്രമേയം എന്താ? ഈ പുസ്തകത്തിൽ ഞങ്ങൾ ആദ്യമേ പറഞ്ഞു, ആണ്ട് നേർച്ച എന്ത് എന്തെല്ലാം ഞങ്ങൾ കാണിച്ച പുസ്തകത്തിന്റെ അവസാനത്തിലുണ്ട്. വേറൊരു പുസ്തകമല്ല ഇവിടെ കാണിച്ചത്. നിങ്ങൾ കാണിച്ച അതേ പുസ്തകമാണ്. അതിന്റെ ചട്ടമ്മൽ തന്നെയുണ്ട്. അഥവാ ആണ്ട് നേർച്ച എന്ത് എന്തല്ല. ഇതിന് 2 എഡിഷൻ ഉണ്ട്. 73 ഒരു എഡിഷൻ, 85 ഒരു എഡിഷൻ. എനിക്ക് ചോദിക്കാനുള്ളത്, 73 കാന്തപുരം അവതാരിക എഴുതിയ പുസ്തകത്തിൽ ചെണ്ടമുട്ട്, കുഴൽവിളി, കരിമരുന്ന് ആവശ്യമാണെന്നുണ്ടോ ഇല്ലേ? അതാ ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങളത് തെളിയിക്കാൻ ധാരാളം വട്ടം തയ്യാറാണ്, ഒരിക്കലല്ല എന്ന് പറഞ്ഞു. കളവ് പറയുന്നതൊന്നുമല്ല ഇവിടെ. മാത്രമല്ല സുഹൃത്തുക്കളെ, ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ഈ ഖബറിങ്ങൽ ഈ നടക്കുന്ന സമ്പ്രദായങ്ങളെയൊക്കെ നമ്മൾ എതിർക്കുമ്പോഴും ആക്ഷേപിക്കുമ്പോഴും അവിടെ നടക്കുന്ന അനാചാരങ്ങളെ കുറിച്ച് നമ്മൾ എതിർത്ത് സംസാരിക്കുമ്പോഴും എന്റെ ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാർ ഒരു കാര്യം മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് ഖബർ സിയാറത്ത് അനുവദിച്ച് തന്നത് തന്നെയാണ്. ഖബർ സിയാറത്തിനെ ഇസ്ലാം ഒരിക്കലും എതിർത്തിട്ടില്ല. മുജാഹിദുകളെ പറ്റി പലരും പറയാറുണ്ട്, അവര് ഖബർ സിയാറത്തിനെ എതിർക്കുന്ന കക്ഷികളാണ്. മാതാപിതാക്കളടക്കമുള്ള ആര് തന്നെ മരണപ്പെട്ടാലും ആ ഖബറിൽ കിടക്കുന്ന ഉമ്മയ്ക്ക് വേണ്ടി, ഉപ്പയ്ക്ക് വേണ്ടി ഒന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് പോലും ശിർക്കാണെന്ന് വാദിച്ചുകൊണ്ട് ഉമ്മയുടെയോ ഉപ്പയുടെയോ അടക്കമുള്ള ഒരാളുടെയും ഖബറിങ്കലേക്ക് സിയാറത്തിന് പോകാതെ അവർക്ക് വേണ്ടി ദുആ ചെയ്യാത്ത മക്കളുണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ തെറ്റിദ്ധരിപ്പിച്ചില്ലേ? സലഫികളുടെ സ്ഥാപനത്തിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കരുത് കേട്ടോ നമ്മുടെ പേരോട് പറഞ്ഞില്ലേ? എന്തേ കാരണം? സലഫികളുടെ സ്ഥാപനത്തിലേക്ക് പറഞ്ഞേച്ചാൽ ബാപ്പാനെ ചീത്ത പറയുന്ന മക്കൾ ഉണ്ടാകും കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വികാരം കൊള്ളിച്ചില്ലേ? പച്ചക്കള്ളം ഞാൻ എന്റെ പിതാവിന്റെ പേരിൽ പറഞ്ഞു എന്ന് ആ നിലയ്ക്ക് ഇവിടെ പച്ചക്കള്ളം പറഞ്ഞിട്ടാ മൂപ്പര് പറഞ്ഞത്. ഈ മൗലവിനെ സലഫി സ്ഥാപനത്തിൽ ചേർത്തിട്ടാ ബാപ്പാനെ ചീത്ത പറഞ്ഞത്. അതുകൊണ്ട് നാദാപുരത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളോടും പറയുന്നു, സലഫിന്റെ സ്ഥാപനത്തിലേക്ക് മക്കളെ പറഞ്ഞേക്കരുത് കേട്ടോ എന്നിങ്ങനെ പറഞ്ഞല്ലോ. ഞാൻ നിങ്ങളോട് തിരിച്ചോർമ്മപ്പെടുത്തുന്നു, ഇത്തരത്തിലുള്ള ഈ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്ന ഇവരുടെ സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ പറഞ്ഞേച്ചാലുണ്ടാകുന്ന ഗതികേട് നിങ്ങൾക്കറിയാമോ? പരിശുദ്ധമായ ഹജ്ജ് നേർച്ചയെ ഇവര് ആണ്ട് നേർച്ച എന്നല്ലേ പറഞ്ഞത്? അവിടെ കൊടികുത്ത് നേർച്ചയുണ്ട് എന്ന് പറയുന്ന മക്കളുണ്ടാകും കേട്ടോ. കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്ന മക്കളുണ്ടാകും കേട്ടോ. ഓർമ്മപ്പെടുത്തുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഈ നാദാപുരത്ത് നിങ്ങൾ പ്രസംഗിച്ചിട്ട് മാറ്റമുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ സ്ഥലം എടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സ്ഥാപനങ്ങളും ഉയരുന്നുണ്ട് അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടി. നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. ഇവിടെ സ്ഥാപനങ്ങൾ വളരാൻ പോവുകയാണ്. അതേപോലെ തന്നെ അതിന്റെ തുടക്കം എന്ന നിലക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെയും മതവിദ്യാഭ്യാസവും ഒക്കെ ഒരുപോലെ നൽകാമെന്ന നിലക്കുള്ള സ്കൂളും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ നാദാപുരത്തുള്ള ആളുകൾക്ക് അത് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടുന്ന കാര്യമില്ല. ഞാൻ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തിയതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുന്നു. ഖബറിങ്കൽ നടക്കുന്ന ഇത്തരത്തിലുള്ള തോന്നിയാസങ്ങളെ എതിർക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരൊറ്റ ഖബറിന്റെ അടുത്തേക്കും സിയാറത്തിന് പോയിക്കൂടാ
എന്ന് മുജാഹിദ് പ്രസ്ഥാനം ഒരു കാലത്തും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ എങ്ങനെ അത് പറയാനാണ്? ഞങ്ങൾ മുത്ത് മുസ്തഫയുടെ അനുയായികളല്ലേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ആ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ, മുമ്പ് ഞാൻ നിങ്ങളോട് ഖബർ സിയാറത്ത് വിരോധിച്ചിരുന്നു. അതിനന്ന് കാരണവും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അലാ ഫസൂറുഹാ, നിങ്ങളെ ഖബർ സന്ദർശിച്ചോളൂ. നിങ്ങൾക്ക് ആഖിറത്തെ സംബന്ധിച്ച് ചിന്തയുണ്ടാകാൻ, മരണസ്മരണയുണ്ടാകാൻ വേണ്ടി ഖബർ കാണുമ്പോ സുഹൃത്തുക്കളെ, ഏത് കരിങ്കല്ല് പോലത്തെ കൽബാണെങ്കിലും ഏത് കടുത്ത മനസ്സാണെങ്കിലും ഒരു ഖബർ കാണുമ്പോ ഏത് മനസ്സും പൊട്ടിപ്പോയിക്കൊണ്ട് അവന്റെ മനസ്സിൽ അവനൊരു ചിന്ത വരും, ഞാനും കിടക്കണമല്ലോ ഈ ഖബർസ്ഥാനിൽ, ഒറ്റയ്ക്ക് കിടക്കണ്ടേ. ആ ഒരു ചിന്ത ഖബർ കാണുമ്പോ നമുക്കുണ്ടാകുന്നല്ലോ. ഈ ലോകത്ത് സംവിധാനിച്ച് സൗകര്യപ്പെടുത്തി വെച്ചു പോയിട്ടുള്ള സർവ്വ വീടുകളെയും കൊട്ടാരങ്ങളെയും മക്കളെയും ഭാര്യയെയും ഭർത്താവിനെയും ജോലിയും പണവും കൃഷിയും ഒക്കെ ഒഴിവാക്കിയിട്ട് എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് പോകണ്ടേ ആ മണ്ണറക്കൂട്ടിലേക്ക്? എന്താണ് ആ പോക്കിന്റെ രംഗം? വലം യഖ്റുജൂ ഇല്ലാ ബിഖുത്നിൻ വഖിർഖത്തിൻ വമാ അബറൂ മിൻ മൻസിലിൻ ദല്ല ഖാലിയാ. ഈ മയ്യത്ത് കൊണ്ടുപോകുമ്പോ നിങ്ങൾ കണ്ടിട്ടില്ലേ, എത്ര വലിയ മുതലാളിയാണ് മരിച്ചു പോയതെങ്കിലും, എത്ര വലിയ രാഷ്ട്രങ്ങളുടെ അധിപനായ രാജാവാണ് മരിച്ചു പോയതെങ്കിലും, ഏത് മന്ത്രിയാണ് മരിച്ചു പോയതെങ്കിലും, ജനാസ കൊണ്ടുപോകുമ്പോ എന്താണ് ആ മയ്യത്തിന്റെ കൂടെയുള്ളത്? ഖബറിലേക്ക് പോകുമ്പോ വലം യഖ്റുജൂ, അവര് പുറപ്പെട്ടു പോയില്ലല്ലോ. ഇല്ലാ ബിഖുത്നിൻ വഖിർഖത്തിൻ, അല്പം പരുത്തിയും കഫൻ പുടവയുമല്ലാതെ എന്തേ കോടീശ്വരന്റെ മയ്യത്തിന്റെ കൂടെയും വല്ലതുമുണ്ടോ? വമാ അബറൂ മിൻ മൻസിലിൻ ദല്ല ഖാലിയാ, ലക്ഷങ്ങളുടെയും കോടികളുടെയും വിലമതിക്കുന്ന ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും എടുത്തു വെച്ചിട്ട് അതിലൊന്ന് ഒരു ദിവസം പോലും ഒന്ന് അന്തിയുറങ്ങാൻ പോലും അവസരം കിട്ടാതെ എത്രയോ മുതലാളിമാര് അവരുടെ വീട് വിട്ട് ഖബറിലേക്ക് പോയില്ലേ? എന്തേ മനുഷ്യ നീ അതിനെപ്പറ്റി ചിന്തിക്കാത്തത്? നീ എന്തേ അതിനെപ്പറ്റി ആലോചിക്കാത്തത്? നിനക്ക് ആ ഖബറിലേക്ക് പോകേണ്ട ഭക്ഷണം ഒരുക്കണ്ടേ? എന്തേ നീ ചിന്തിക്കാത്തത്? രാത്രിയാകുമ്പോ നീ എന്തേ ചിന്തിക്കാത്തത്? ഞാൻ നാളെ ഉണ്ടാകുമോ? തസവ്വദ് മിനത് തഖ്വാ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി വകം മിൻ സലീമിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹീനം മിനദ് ദഹ്രി. നീ തഖ്വയിൽ നിന്ന് നന്നായി സമ്പാദിച്ചോ, നന്നായി ആഖിറത്തിലേക്കുള്ള മുതലുണ്ടാക്കിക്കോ. കാരണം എന്റെ മുസ്ലിം സഹോദരി, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, ഞാനടക്കമുള്ള മുഴുവൻ ആളുകളോടും പറയട്ടെ, നമുക്കറിയില്ലല്ലോ. ഇപ്പൊ നമ്മൾ ഈ രാത്രിയിൽ ഈ നാദാപുരത്ത് ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. പക്ഷേ ഫഇന്നക ലാ തദ്രി, നിനക്കറിയില്ലല്ലോ. ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി, നീ ഫജ്ർ വരെ ഈ ഭൂമിപ്പുറത്ത് നീ ജീവിക്കുമെന്ന് എന്ത് ഗ്യാരണ്ടിയാ നിനക്കുള്ളത്? അപ്പൊ നമ്മൾ ചിന്തിക്കുമെന്ത്? എനിക്കിത്ര വയസ്സല്ലേ ആയുള്ളൂ, ഞാൻ ചിന്തിക്കുന്ന എനിക്ക് 40 ആയുള്ളൂ, ഇനിയും ഒരുപാട് കാലം ഉണ്ടല്ലോ, എനിക്ക് രോഗമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഒരു പക്ഷേ ഞാനോ നിങ്ങളോ ചിന്തിക്കുന്നുവെങ്കിൽ, മരിക്കണമെങ്കിൽ പ്രായമാകണോ ഉമ്മമാരെ ഉപ്പമാരെ? മരിക്കണമെങ്കിൽ രോഗം വന്നിട്ട് വേണോ? എത്രയോ ആളുകളെ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുന്നില്ലേ? വകം മിൻ സലീമിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹീനം മിനദ് ദഹ്രി. എത്രയോ ആരോഗ്യമുള്ള ആളുകളെ നീ കാണുന്നില്ലേ? നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ നീ കണ്ടിട്ടില്ലേ? മാത മിൻ ഗൈരി ഇല്ലത്തിൻ, ഒരു രോഗവുമില്ലാതെ പെട്ടെന്നല്ലേ ആ ചെറുപ്പക്കാരൻ മരിച്ചുപോയി എന്ന വാർത്ത നീ കേട്ടത്? അതേ അവസരത്തിൽ വകം മിൻ സഖീമിൻ ആശ
ഹീനം മിനദ്ദഹ്രി. എത്രയോ രോഗികൾ ഹോസ്പിറ്റലുകളിലെ വാർഡുകളിലും ജനറൽ വാർഡുകളിലും വീടിന്റെ ഇരുട്ടുമുറികളിലും അകത്തളങ്ങളിലും മരണത്തോട് മല്ലടിച്ചുകൊണ്ട് ഇന്നും അവർ മരിക്കാതെ അനങ്ങാൻ കഴിയാതെ പലപ്പോഴും ബോധമില്ലാതെ മരിക്കാതെയും മരിച്ച പോലെ കിടക്കുന്നത് നീ കണ്ടിട്ടില്ലേ? അള്ള തന്നതല്ലേ ഈ ആരോഗ്യം, അള്ള തന്നതല്ലേ ഈ കണ്ണ്, അള്ള തന്നതല്ലേ ഈ നാവ്. മരിക്കണ്ടേ നിനക്കും? അതുകൊണ്ട് മരണത്തെ ഓർത്ത് ചിന്തിച്ചോ. അതിന് ഉപകരിക്കുന്ന സന്ദർശനമാണ് ഖബർ സിയാറത്ത്. ആ സിയാറത്തിന് വേണ്ടി റസൂലുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ, പോകാമല്ലോ നമുക്ക് മക്ബറകളിലേക്ക്. ഇവിടെ ശരിയായ സിയാറത്ത് ചെയ്യുന്നവര് മുജാഹിദുകളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് നിഷേധിക്കാനാകുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ ഖബറാളിക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഖബറിന്റെ അടുത്തേക്ക് പോകുന്നവർ മുജാഹിദുകളാണ്. നിങ്ങൾ പോകുന്ന ഖബറിന്റെ അടുത്തേക്കൊക്കെ നിങ്ങൾ പോകുന്നത് എന്തിനാ? പേപ്പട്ടി വിഷ സർപ്പവിഷ നിവാരണത്തിന്, ഗർഭം ധരിക്കാത്ത പെണ്ണിന് ഗർഭധാരണത്തിന്, വിസ ശരിയാവാത്ത ചെറുപ്പക്കാരന് വിസ ശരിയാവാൻ, ശമ്പളം കുറഞ്ഞ ജോലിക്കാരന് ശമ്പളം കൂടാൻ, വൈവിധ്യങ്ങളായ ആഗ്രഹ സഫലീകരണങ്ങളുടെ അവയുടെ എല്ലാം പൂർത്തീകരണത്തിന് വേണ്ടി പെരുമ്പടപ്പ് പുത്തമ്പള്ളി സന്ദർശിച്ചോ, പുതുവന്നാനി സന്ദർശിച്ചോ, അജ്മീറിലേക്ക് പൊയ്ക്കോ എന്ന് നിങ്ങൾ പരസ്യം കൊടുത്തിട്ട് നിങ്ങളുടെ മുസ്ലിയാക്കന്മാരും അമീറുമാരുമായി കൊണ്ട് ജനങ്ങളെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കാനല്ലേ നിങ്ങൾ ഈ മക്ബറകളിലൂടെ ഊരുതണ്ടുന്നത്? അതേ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂല് സിയാറത്തിന് പറഞ്ഞത് മരണസ്മരണയുണ്ടാക്കാനാണ്, ആഖിറത്തെ കുറിച്ച് ചിന്തിക്കാനാണ്. അതുകൊണ്ട് ആ ചിന്തയോടെ ജീവിച്ചോ. ഏത് ഘട്ടത്തിലും നീ ആലോചിച്ചോളൂ. കുല്ലും രിഇൻ മുസബ്ബഹുൻ ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശറാകീന അലിഹി. അവനവൻ ധരിച്ച ചെരുപ്പിന്റെ വാറിനേക്കാൾ മരണം നമ്മുടെ പിന്നാലെയുണ്ട് ഉമ്മമാരെ, പിന്നാലെയുണ്ട് ഉപ്പമാരെ. എപ്പോഴാ മരിക്കുക എന്നറിയാമോ? വലാത്തദിരീ നഫ്സുൻ, ഒരൊറ്റ ആത്മാവിനും അറിഞ്ഞുകൂടല്ലോ. ബി അയ്യി അർളിൻ തമൂത്ത്, എവിടെ വെച്ചാണ് അത് വഫാത്തായി പോവുക, എവിടെ വെച്ചാണ് മരിക്കുക എന്നറിഞ്ഞുകൂടല്ലോ. ആ ശരിയായ ചിന്ത എപ്പോഴും നമുക്ക് വേണം. അതിന് ആഖിറത്തെക്കുറിച്ച് ബോധം വേണം, മരണത്തെക്കുറിച്ചുള്ള ചിന്ത വേണം. അതല്ലേ നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് നന്നായി ചിന്തിച്ചോളാൻ നമ്മളോട് പറഞ്ഞില്ലേ? ഓ ജനങ്ങളെ, അക്സിറൂ, നിങ്ങൾ വർദ്ധിപ്പിച്ചോളൂ. കുറച്ചൊന്നും പോരാ, നിങ്ങൾക്ക് നല്ല ചിന്ത വർദ്ധിപ്പിച്ചോ. ഇക്റാഹാദിമില്ലദാത്ത്, എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ ഓർത്തോളൂ. സർവസുഖവും ഇട്ടെറിഞ്ഞുകൊണ്ട് പോണം. ഈ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്ന പെണ്ണും ഹറാമുകൾ കാണുന്ന എല്ലാവരും, പരലോകത്തിന് പലിശ വാങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരും, ഹറാമിലൂടെ സമ്പാദിക്കുന്നവരും ഹറാമ് തിന്നുന്നവരും, അങ്ങനെ ഏത് വിഭാഗം ആളുകളുമുണ്ടോ എപ്പോഴും ചിന്തിച്ചോ. ഏതവസരത്തിലും എന്റെ റബ്ബിന്റെ വിളിയാളമുണ്ടാകും. ആ വിളിയാളമുണ്ടാകുന്ന നേരത്ത് എന്റെ റബ്ബിന്റെ വിളി കേട്ടുകൊണ്ട് ഞാൻ പോകേണ്ടവനല്ലേ? എന്തേ മനുഷ്യ നീ ഇത് മറന്നുകൊണ്ട് ജീവിക്കുന്നത്? അലാ അയ്യുഹന്നാസി ലിയൗമി റഹീലിഹി അറാക അനിൽ മൗതിൽ മുഫർരിഖിലാഹിയാ അലം തഅ്തബിർ ബില്ലാഹി നിനായിലൽ ബലാ വതർകീഹി മുദ്ദുനിയാ ജമീഅൻ കമാ ഹിയാ. ദുനിയാവിലുള്ള മുഴുവൻ ഉപേക്ഷിച്ചിട്ടല്ലേ നിന്റെ വീടിന്റെ ഉമ്മറപ്പടിയുടെ മുമ്പിലൂടെ ആംബുലൻസിലൂടെയും മയ്യത്ത് കട്ടിലൂടെയും ഒക്കെ എത്രയോ ആളുകൾ ഖബർസ്ഥാനിലേക്ക് അവസാനത്തെ യാത്ര പോകുന്നത് കണ്ടിട്ടും എന്തേ മനുഷ്യ നീ പാഠം ഉൾക്കൊള്ളാത്തു? നിനക്കും പോയി കിടക്കണ്ടേ ഖബറിൽ? ആ ഖബറിൽ നീ പോയി കിടക്കുമ്പോ നിനക്കാരാടോ കൂട്ടിനുള്ളത്? നിനക്കവിടെ ആരാ തുണയുള്ളത്? അവിടെ പോയി കിടക്കുന്ന അവസരത്തിൽ നിന്റെ കൂടെ നിനക്ക് എന്തെങ്കിലും കൊണ്ടുപോകാനാകുമോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒന്നും കൂടെയില്ല. അങ്ങനെ നീയും എന്തു ചെയ്യണം?
വഹീദൻ ഫരീദൻ ഫിൽ മഖാബീരി സാവിയാ. നീയും ഇന്നല്ലെങ്കിൽ നാളെ, അതല്ലെങ്കിൽ പിറ്റേന്ന് അവരോടൊപ്പം ആ മണ്ണറക്കൂട്ടിൽ പോയി ഖബർസ്ഥാനിൽ നീയും കഴിയേണ്ടവനല്ലേ? ആരാടോ നിനക്ക് തുണയുള്ളത്? നിന്നോട് കളവ് പറയുന്ന മുസ്ലിയാർ നിന്റെ കൂട്ടിനുണ്ടോ? ശിർക്കിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന കൂട്ടുകാരനുണ്ടോ? അയൽക്കാരുണ്ടോ? ഹറാമ് തിന്നാൻ പ്രേരിപ്പിക്കുന്ന ഭർത്താവുണ്ടോ? ഹറാമിലേക്ക് നയിക്കുന്ന ഭാര്യയുണ്ടോ? നിന്റെ കൂടെ ആരുണ്ടോ? പാർട്ടിക്കാരുണ്ടോ? പ്രസിഡന്റ് ഉണ്ടോ? സെക്രട്ടറി ഉണ്ടോ? നിന്റെ ഗ്രൂപ്പുകാരുണ്ടോ? ആരുമില്ലല്ലോ. നീ അവിടെ പോയി കിടക്കുന്നത് എങ്ങനെയാണ്? വഹീദൻ ഫരീദൻ ഫിൽ മഖാബീരി സാവിയാ. ഒറ്റയ്ക്ക് ഏകനായി കൊണ്ട് കിടക്കണ്ടേ? നിന്റെ മുമ്പിലേക്ക് മലായിക്കത്തുകൾ വരുന്നു. ചോദ്യമില്ലടോ നിന്നോട്. മൻ റബ്ബുക, നിന്റെ റബ്ബാരടോ? നിന്റെ നബിയാരടോ? നിന്റെ ദീനെന്ത് എന്ന ചോദ്യത്തിന് അല്ലാഹു റബ്ബി, എന്റെ റബ്ബ് അല്ലയാണ്, എന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞങ്ങൾക്ക് ദീന് പഠിപ്പിക്കാൻ വന്ന ഞങ്ങളുടെ മുത്തുമാണിക്ക കല്ലാടി നിൽക്കുന്നത് എന്ന് റസൂലുള്ളാഹിനെ ചൂണ്ടിയിട്ട് പറയാൻ കഴിയണമെങ്കിൽ ആ റസൂലുള്ളാഹിനോട് മഹബത്ത് വെക്കണമെന്ന അതേ രൂപത്തിൽ ജീവിച്ച കക്ഷികൾക്കല്ലാതെ സാധിക്കുമോ? അതുകൊണ്ട് മരണചിന്ത അധികരിപ്പിച്ചോളൂ, പരലോക ചിന്ത അധികരിപ്പിച്ചോളൂ. അതിനുപകരിക്കുന്ന പല കാര്യങ്ങളിൽ ഒന്നാണ് രോഗിയെ സന്ദർശിക്കലും അതേപോലെ തന്നെ ഖബർ സന്ദർശിക്കലും. ആ ഖബർ സിയാറത്തിനെ ഇവിടെ ആരും എതിർത്തിട്ടില്ല. പക്ഷേ ഖബറിൽ പോയിട്ട് ഖബറിലുള്ള വ്യക്തിയെ വിളിച്ചിട്ടല്ലേ നിങ്ങൾ ദുആ ചെയ്യുന്നത്? ഒമാനൂര് ശുഹദാക്കളോട് നിങ്ങൾ എന്താ വിളിച്ചു പറയുന്നത്? അയാ ശുഹദാഉ ഇന്നാ ഖദ് ഖസദ്നാ ഇലൈക്കും ലിൽ ഇഗാസതി സായിലീനാ അഗീസുനാ ഇദസ്തദ്ദത് അലൈനാ കറാഇബു ലൈസ ഫീനാ മൻ യഖീനാ. ഓ ഒമാനൂര് ശുഹദാക്കളെ, നിങ്ങളുടെ ഖബറുകളെ ഞങ്ങൾ ലക്ഷ്യം വെച്ച് വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് മൗലൈമാര് പറയും പോലെ, മുജാഹിദുകൾ പറയും പോലെ ആഖിറം ചിന്തിക്കാനോ മരണസ്മരണയുണ്ടാകാനോ ഒന്നുമല്ല. ഞങ്ങൾ ലക്ഷ്യം വെച്ച് വന്നിരിക്കുന്നത് നിങ്ങളിൽ നിന്ന് സഹായം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സിയാറത്തിന് പോകുന്നല്ലോ. ആ സിയാറത്തിന് ഏതൊരു നിലക്കുള്ള പിന്തുണയാണുള്ളത്? അല്ലാഹുവിന്റെ റസൂല് അത്തരത്തിലുള്ള സിയാറത്ത് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അത് റസൂലുള്ള പറഞ്ഞതുമല്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ പറയുമ്പോഴും യഥാർത്ഥത്തിലുള്ള ഖബർ സിയാറത്തിനെ എതിർക്കുന്ന ഈ ഭാഗമാണ് മുജാഹിദുകൾ എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഇനി സുഹൃത്തുക്കളെ, മൂപ്പര് പറഞ്ഞതെന്താ? ഖബർ കെട്ടലുണ്ടോ എന്നാ എന്റെ വിധത്തെ ചോദ്യം. ഞാൻ പിന്നെ ചോദിച്ച ചോദ്യം എന്താണ്? ഖബർ കെട്ടലുണ്ടോ? അതിന് മൂപ്പരുടെ മറുപടി എന്താണ് കേട്ടോളൂ. ഖബർ കെട്ടലുണ്ടോ എന്നുള്ള എന്റെ ചോദ്യത്തിനുള്ള മറുപടി. പിന്നെ ഒരു ചോദ്യം, ഖബർ കെട്ടലുണ്ടോ? പിന്നെ എങ്ങനെ മദീനത്ത് വലിയ കുബ്ബുണ്ടായത്? കെട്ടാതെ പൊങ്ങിയതാ? താനേ പൊങ്ങിയതാ? ഇതാ കുബ്ബ നോക്ക്, റസൂലുള്ളാഹിന്റെ റൗദ ശരീഫിന്റെ കുബ്ബ നോക്ക്, കെട്ടാതെ പൊങ്ങിയതാ മൗലവി. കേട്ടോ, ഖബർ കെട്ടലുണ്ടോ എന്ന് ചോദിച്ചപ്പോ കാണിച്ചു തരുന്നൊരു കുബ്ബയുടെ ചിത്രം. മദീനത്തെ കുബ്ബ കണ്ടോ? ഇത് കെട്ടാതെ തനിയെ പൊങ്ങിയതാണോ മൗലവി? എന്തിനായി തെറ്റിദ്ധരിപ്പിക്കൽ? എന്തിനായി തെറ്റിദ്ധരിപ്പിക്കൽ? നിങ്ങൾ ശരിക്കും പഠിച്ചു വെച്ച സുഹൃത്തുക്കളെ, ഇവരെല്ലാ സ്ഥലത്തുനിന്നും ജനങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം. മദീനത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറദാ കെട്ടി ഉയർത്തിയിരിക്കുന്നു. അത് പള്ളിക്കകത്താണ്. ആ കുബ്ബ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളോട് ചോദിക്കാറുണ്ട്. എന്നാ നിങ്ങൾ പഠിച്ചു വെച്ചോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ ഉയരം എത്രയായിരുന്നു? എന്താണ് ഇസ്ലാമിന്റെ വിധി? ഇസ്ലാമിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച വിധി എന്താ? ശരിക്കും പഠിച്ചു വെച്ചോ. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സസൽ ഖബ്റു വ അൻ യുഖഅദ അലൈഹി വ അൻ യുബ്നാ അലൈഹി. അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ചിരിക്കുന്നു. ഖബർ തേച്ച് മിനിക്കുന്നത് വിരോധിച്ചിരിക്കുന്നു. ഖബറിന്മേലിരിക്കുന്നതും വിരോധിച്ചിരിക്കുന്നു. അതിന്മേൽ എടുക്കുന്നതും എടുപ്പെടുക്കുന്നതും വിരോധിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ എന്താ പഠിപ്പിച്ചത്? ഖബറിങ്ങൾ എന്തെന്നാ പഠിപ്പിച്ചത്? ഒരു ചാണിലധികം ഖബർ ഉയർത്താൻ പാടില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ തന്നെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ തന്നെ കണ്ട സ്വഹാബിമാര് പറഞ്ഞത് വറുഫിയ ഖബ്റുഹു അനിൽ അർളി ഖദ്റ ശിബിരിൻ, നിലത്ത് നിന്ന് ഒരു ചാൺ ഉയരത്തിൽ മാത്രമാണ് അവിടുത്തെ ഖബർ ഉയർത്തപ്പെട്ടിട്ടുള്ളത്. ഒരു ചാണ്, ഭൂമിയിൽ നിന്ന് ഒരു ചാണ് മാത്രം ഉയർത്തലാണ് ഇസ്ലാമിക ഖബർ. ഇത് ശാഫി ഇമാം അവിടുത്തെ ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടുണ്ട്. ഖബർ ഭൂമിയിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഉയർത്തുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ ഇഷ്ടപ്പെടുന്നത് ഭൂമിയിൽ നിന്ന് ഒരു ചാൺ ഉയർത്തുന്നതിനെയാകുന്നു. നോക്കൂ സുഹൃത്തുക്കളെ, ഇതാണ് ഇസ്ലാമികമായ വിധി. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കും, പിന്നെ എങ്ങനെയാ മൗലവി റസൂലുള്ളാഹിയുടെ ഈ ജാറത്തിന്റെ ഈ ഖബറിന്റെ മീതെ ഖുബ്ബ വന്നത്? ഇവർ റസൂലുള്ളാഹിയുടെ ഖബറാന്ന് പറഞ്ഞിട്ട് ഒരു ജാറം കാണിക്കുന്നുണ്ട്. അങ്ങനെ എത്ര കള്ള ജാറങ്ങൾ അവർ കാണിക്കുന്നറിയോ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറാന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു സാധനം, ഒരു പച്ചപ്പട്ടൊക്കെ വിരിച്ച് ഒരു തലേക്കെട്ടൊക്കെ ചുറ്റി ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് ഏതോ ഇന്റർനെറ്റിൽ നിന്ന് കിട്ടിയതാ ഞങ്ങൾക്കെന്ന് പറഞ്ഞു കണ്ട ഒരു ഫോട്ടോ. ഇതിപ്പോ റസൂലുള്ളാഹിയുടെ പേരിൽ മാത്രല്ല, ഈ സഖാഫികൾ ഇപ്പോ കേരളമൊട്ടാകെ ഒരു പ്രസിദ്ധീകരണം കൊണ്ട് നടക്കുക, കാണാ കാഴ്ച എന്നും പറഞ്ഞിട്ട്. ഇതിൽ കാണുന്നത് മുഴുവൻ എന്താണെന്നറിയോ? അമ്പിയാക്കന്മാരുടെ ഖബറുകളാണ്. ഇവർക്ക് ആ വിവരം കിട്ടിയത് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ അവർ കണ്ടെത്തണം. അവിടെ നൂഹ് നബിയുടെ ഖബറ്, ഇസ്മായിൽ നബിയുടെ ഖബറ്, അതുപോലെ തന്നെ സാലിഹ് നബിയുടെ ഖബറ്, ശുഐബ് നബിയുടെ ഖബറ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കള്ള ഖബറുകളുടെ ഫോട്ടോകൾ അവർ പ്രസിദ്ധീകരിച്ചു കൊണ്ട് നടക്കുന്നു സഖാഫിമാർ. നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ കള്ള ഖബറുകളുടെയും കള്ളജാറങ്ങളുടെയും ഒക്കെ ഫോട്ടോ കാണിച്ചിട്ട് ഈ പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തെ അവസാന ഘട്ടം വരെയും തകർക്കാൻ വേണ്ടി നിങ്ങൾ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ആചാരം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് വിനയത്തോടുകൂടി പറയട്ടെ, ഈ കേരളത്തിലുള്ള ഇസ്ലാഹി പ്രവർത്തകന്റെ, അതല്ലെങ്കിൽ ഈ കേരളത്തിലുള്ള അവസാനത്തെ ഇസ്ലാഹി പ്രവർത്തകന്റെ അവസാന ശ്വാസവും നിലച്ചിട്ടല്ലാതെ നിങ്ങളെ കൊണ്ടതിന് പറ്റില്ല സഖാഫിമാരെ. ഈ കള്ളജാറങ്ങളുടെ ഫോട്ടോ കാണിച്ചിട്ട് മുസ്ലിം ഉമ്മത്തിനെ വിശ്വാസ തകരാറിലാക്കാമെന്ന് ഏതെങ്കിലും സിയോണിസ്റ്റ് ഏജന്റുമാരില്ലെന്ന്, ഏതെങ്കിലും സിയോണിസത്തിന്റെ നേതാക്കന്മാരില്ലെന്ന് നിങ്ങൾ അച്ചാരം വാങ്ങിയിട്ടുണ്ടെങ്കിലായി പറയുന്നത് നിങ്ങളെ കൊണ്ടത് സാധ്യമല്ല. നിങ്ങൾ ഒരുപാട് കള്ളക്കബറുകളാ അതിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ വഞ്ചനയുടെ ചുരുളഴിക്കാൻ അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടി ഇവിടെ പ്രവർത്തിക്കുന്ന പത്രങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചല്ലോ, വിചിന്തനം വാരികയെ സംബന്ധിച്ച്, അൽമനാർ മാസികയെ സംബന്ധിച്ച്, അതേപോലെ തന്നെ പറഞ്ഞില്ലേ ഇസ്ലാഹ് മാസികയെ സംബന്ധിച്ച്. ഇതിന്റെ പുറം ചട്ടയിൽ തന്നെ നിങ്ങൾക്ക് കാണാം ജാറപ്പെരുമയിലെ ജൂത സഖാഫി ഐക്യം, ജൂതന്മാരും സഖാഫികളും കൈകോർത്തുകൊണ്ട് ഇതാ അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ പേരിൽ കള്ളജാറങ്ങളുടെ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് നടക്കുകയാണ്. ആ കള്ളത്തരങ്ങൾ ഇതാ തൊണ്ടി സഹിതം പിടികൂടിയിരിക്കുന്നു മുസ്ലിമീങ്ങളെ. ഇതാ ഈ ലക്കം ഇസ്ലാഹ് വാങ്ങിക്കോ. ഇവരുണ്ടാക്കിയ കാണാ കാഴ്ചകളിലെ കള്ളത്തരങ്ങൾ ഓരോ പേജുകളിലൂടെ അക്കമിട്ട് ഫോട്ടോ സഹിതം കൊടുത്തുകൊണ്ട് നിരത്തിയിരിക്കുന്നു. ഈ കള്ളത്തരം പ്രചരിപ്പിക്കുന്ന ജൂത ഏജന്റുമാരെ തിരിച്ചറിഞ്ഞോ മുസ്ലിമീങ്ങളെ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദീനിലേക്ക് മടങ്ങിക്കോ. എത്ര ജാറങ്ങളാണ് നിങ്ങൾ ഉണ്ടാക്കിയത്? എന്തേ നിങ്ങൾ ആ പുസ്തകത്തിന്റെ ആദ്യത്തെ എഡിഷനിൽ 15ാമത്തെ പേജിൽ നിങ്ങളൊരു ജാറം കൊടുത്തിരുന്നില്ലേ? പിന്നെ എന്തേ നിങ്ങൾ രണ്ടാമതൊരു എഡിഷൻ ഇറക്കിയപ്പോ 15ാമത്തെ ആ പേജിൽ ആ ജാറം കാണുന്നില്ലല്ലോ? മറുപടിയുണ്ടോ സഖാഫിമാരെ? 15ാമത്തെ പേജിൽ നിങ്ങൾ ആദ്യം ഇറക്കിയ പുസ്തകത്തിലെ 15ാം പേജിൽ ഒരു ലണ്ടനിലെ ഒരു മഖ്ബറയുടെ ചിത്രം കൊടുത്തിട്ടുണ്ടല്ലോ. എന്തേ അത് അടുത്ത ലക്കത്തിൽ നിങ്ങൾ ഇറക്കിയപ്പോ ആ പേജ് തന്നെ ഇളക്കി മാറ്റിയിട്ട് ആ സ്ഥാനത്ത് നിങ്ങൾ ആ ജാറം എന്തേ കൊടുക്കാത്തത്? ഇത്തരത്തിലുള്ള ഒരുപാട് കള്ളത്തരങ്ങൾ കൊണ്ട് നിങ്ങൾ ഈ വിശ്വാസികളെ പറ്റിക്കാമെന്നാണോ വിചാരിക്കുന്നത്? ഇസ്ലാഹ് മാസിക ഇവിടെ തുറന്നുവിട്ട ഏറ്റവും
ഏറ്റവും വലിയ വിപ്ലവത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോ കാഴ്ചകൾ എന്ന പേരിൽ കള്ളചാറങ്ങളുടെ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് ഈ ഉമ്മത്തിനെ പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ ഏതെങ്കിലും സഖ്യകക്ഷികളിൽ നിന്ന് പണം വാങ്ങി അച്ചാരം വാങ്ങിയിട്ടാണ് പുറപ്പെട്ടിട്ടുള്ളതെങ്കിൽ നിങ്ങളെ കൊണ്ടതിന് സാധ്യമല്ല. ഒരൊറ്റ മുജാഹിദും ഇവിടെ ജീവിച്ചിരിക്കുമ്പോ നിങ്ങളെ കൊണ്ടതിന് പറ്റില്ല. ഏതൊരു മുജാഹിദിന്റെയും അവസാന ശ്വാസം നിലച്ചിട്ടല്ലാതെ, അവസാനത്തെ മുജാഹിദിന്റെ അവസാന ശ്വാസവും നിലച്ചിട്ടല്ലാതെ നിങ്ങളെ കൊണ്ടിനി ഈ കള്ളത്തരം പ്രചരിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് ഈ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചിട്ട് നടക്കേണ്ടതില്ല. ഇനി ഞാൻ സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി മദീനത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടല്ലോ നമ്മുടെ പുന്നാര നേതാവ്. ആ റസൂലുള്ളാഹിയുടെ ഖബർ പള്ളിയിലേക്ക് എന്നാ വന്നത്? അതെവിടെയായിരുന്നു മുമ്പ്? ആ ചരിത്രം ഒന്ന് ചുരുക്കി പറയട്ടെ. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായത് ആയിഷ ബീവിയുടെ വീട്ടിൽ വെച്ചാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള അവസരത്തിലാണ് റസൂൽ വഫാത്താകുന്നത്. അത് മസ്ജിദുൻ നബവിയുടെ തൊട്ടായിരുന്നു. ആയിഷ ബീവിയുടേതടക്കമുള്ള ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ഹുജറകൾ, അവരുടെ റൂമുകൾ മദീനത്തെ പള്ളിയുടെ ഓരത്തായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അത് പള്ളിയിലല്ല, പള്ളിക്ക് പുറത്തായിരുന്നു എന്നതിൽ തർക്കമില്ല. ആയിഷ ബീവിയുടെ വീട്ടിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായപ്പോൾ ഒരു തർക്കം വന്നു. എവിടെയാണ് റസൂലുള്ളാഹിയുടെ മയ്യത്ത് മറമാടേണ്ടത്? പല അഭിപ്രായങ്ങൾ ഉണ്ടായി സഹാബിമാരുടെ കൂട്ടത്തിൽ. ശരിക്കും പഠിച്ചു വെക്കണം എന്റെ സഹോദരങ്ങൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ ആ ഭൗതിക തിരുശരീരം എവിടെ അടക്കം ചെയ്യണം എന്നതിൽ തർക്കം വന്നപ്പോ, പല അഭിപ്രായങ്ങളും ഉള്ളപ്പോൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹബീബായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അമ്പിയാക്കന്മാരുടെ ഖബർ എവിടെയാണോ വേണ്ടത് അവിടെയാണ് അവർ മരണപ്പെടുന്നത്. അപ്പൊ ഇവിടെ തന്നെയാണ് ഖബർ കുഴിക്കേണ്ടത്. അങ്ങനെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ വെച്ചാണ് വഫാത്തായത്. അവിടെ തന്നെ ഖബർ കുഴിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ ആ ശറഫാക്കപ്പെട്ട ഭൗതിക ശരീരം ആയിഷ ബീവിയുടെ വീട്ടിലാണ് അടക്കം ചെയ്തത്. അപ്പൊ അത് മദീനത്തെ പള്ളിയുടെ പുറത്തായിരുന്നു ആയിഷ ബീവിയുടെ ആ വീട്. അല്ലാതെ ഖബർ എടുത്തിട്ട് അതിന്റെ മേലെ റൂം ഉണ്ടാക്കിയതല്ല. അത് തന്നെ എന്തിനാ സുഹൃത്തുക്കളെ? അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ജൂതക്രിസ്ത്യാനികളുടെ മേൽ ശാപമുണ്ടാകട്ടെ, അവർ അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനാ സ്ഥലങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഈ ഉമ്മത്ത് അത് ചെയ്യാതിരിക്കാൻ അല്ലാഹുവിന്റെ റസൂല് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂല് അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടുമുണ്ട്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദു, എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കല്ലേ എന്ന് റസൂലുള്ളാഹി ദുആ ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു അത് ഉത്തരം കൊടുത്തിട്ടുണ്ട് ആ ദുആക്ക്. ഫഅജാബ റബ്ബുൽ ആലമീന ദുആഅഹു ഫഅഹാതഹു ബിസലാസത്തിൽ ജുദ്റാനി. റസൂലുള്ളാഹിയുടെ ദുആക്ക് അല്ലാഹു ഇജാബത്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ് കൊടുത്തത്? എന്റെ ഖബർ ബിംബമാക്കരുത്. ഇന്ന് ലോകത്ത് ആരുടെയും ഖബർ തൊടാനും മുത്താനും സുജൂദ് ചെയ്യാനും ഒക്കെ സൗകര്യമുള്ള നിലക്ക് പല നിലക്കും പല ഖബറുകളും ബിംബങ്ങളാക്കി വെച്ചപ്പോ അഷ്റഫുൽ ഖൽഖിന്റെ ഖബർ അതാ കാണാൻ പോലും കഴിയാതെ 3 ഭാഗത്തു നിന്നും ചുമര് കൊണ്ട് പടുത്തുയർത്തിയിട്ട് വളരെ ബന്ധവസാക്കി വെച്ചിരിക്കുകയാണ്. ആർക്കും അതിന്റെ നേരെ തിരിഞ്ഞ് നിസ്കരിക്കാൻ പറ്റില്ല, അത് തൊടാൻ പറ്റില്ല, അത് ചുംബിക്കാൻ പറ്റില്ല, അതിന്മേൽ സുജൂദ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിയുടെ ഖബറിന് നൽകിയിരിക്കുന്നു. ഇനി സുഹൃത്തുക്കളെ ഞാൻ പറയട്ടെ, ആ ഖബർ മദീനത്തെ പള്ളിയിലേക്ക് വന്നത് പിന്നെ എങ്ങനെയാണ്? പുറത്തുണ്ടായിരുന്ന ഖബർ പിന്നെ എങ്ങനെ പള്ളിയിലെത്തി? ഞാൻ പറഞ്ഞല്ലോ, ആയിഷ ബീവിയുടെ വീട്ടിൽ ആ റസൂലുള്ള വഫാത്തായത്. അവിടെയാണ് അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരം ഖബറടക്കപ്പെട്ടത്. അത് പിന്നെ എങ്ങനെ വന്നു പള്ളിയിലേക്ക്? റസൂലുള്ളാഹിയുടെ കാലശേഷം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഭരണം നടത്തി. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മസ്ജിദുൻ നബവി ഒന്ന് വിപുലീകരിച്ചു.
വിപുലീകരിക്കുന്ന ഘട്ടത്തിൽ പലരും അഭിപ്രായം പറഞ്ഞു, എന്ത്, ആ റൂം കൂടി നമുക്ക് ഇങ്ങോട്ട് പള്ളിയിലേക്ക് കൊണ്ടുവന്നുകൂടെ എന്ന അഭിപ്രായം വന്നപ്പോ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതിന് തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞത് ലാ സബീല ഇലൈഹാ, അതിനിപ്പോ വഴിയില്ല, അതിനൊരു മാർഗവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ റൂം പള്ളിയിലേക്ക് ചേർത്തില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും വിപുലീകരണം നടന്നു. മസ്ജിദ് നബവി വിപുലീകരിച്ചപ്പോഴും ഈ ഖബർ പുറത്ത് തന്നെയാണ്. പിന്നീട് നിങ്ങൾ നോക്കൂ, ഈ 4 ഖലീഫമാരുടെയും മരണത്തിന് ശേഷം സ്വഹാബാ കിറാം മദീനത്ത് ജീവിച്ചിരിക്കുന്നവരൊറ്റ സ്വഹാബിയും ഇനി ബാക്കിയില്ല. എല്ലാ സ്വഹാബിമാരും വഫാത്തായി പോയതിന്റെ ശേഷം പിന്നീട് അമവി ഖലീഫമാരുടെ ഭരണം വന്നു. അബ്ദുൽ മലിക് ബിൻ മർവാനിന്റെ മരണം വന്നു. ആ അബ്ദുൽ മലിക്കിന്റെ കാലശേഷം അബ്ദുൽ മലിക്കിന്റെ മകനായ വലീദ് ബിൻ അബ്ദുൽ മലിക് ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോ വലീദ് ബിൻ അബ്ദുൽ മലിക് ഖിലാഫത്ത് ഏറ്റെടുത്തത് അദ്ദേഹം ഏത് കാലഘട്ടത്തിലാണ്? അബ്ദുൽ മലിക്കിന്റെ ഭരണകാലം 78ലാണ്. അബ്ദുൽ മലിക്കിന്റെ ഭരണകാലം 78ലാണ് സംഭവിച്ചത്. വലീദ് ഭരണമേൽക്കുന്നത് എന്നാ 86-ൽ. അപ്പൊ ബാപ്പ അബ്ദുൽ മലിക്കിന്റെ കാലവും കഴിഞ്ഞിട്ട് മകനായ വലീദ് ഭരണമേൽക്കുന്നത് 86-ലാണ്. ഈ വലീദ് ഇബ്നു അബ്ദുൽ മലിക് മരിക്കുന്നതോ ഹിജ്റ 96-ൽ. ഇതിന്റെ ഇടയിലാണ് മസ്ജിദുൻ നബവി പിന്നത്തെ വിശാലമായ വിപുലീകരണം നടക്കുന്നത്. അങ്ങനെ വിപുലീകരണം നടക്കുമ്പോ അഭിപ്രായം ഒന്നുണ്ട്, പല ചരിത്രങ്ങളുടെ സുഹൃത്തുക്കൾ അതിൽ വിശാലമായി പറയാൻ എനിക്ക് നേരില്ല. ആ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ആ വീട് പള്ളിയിലേക്ക് ചേർക്കണം എന്ന തീരുമാനം ഉണ്ടായി. വിപുലീകരിക്കുമ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസാണ് അന്നത്തെ ഗവർണർ റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന് വലീദ് കത്തെഴുതിയെന്ത്, ഹുജറകളൊക്കെ പൊളിച്ച് പള്ളിയിലേക്ക് ചേർക്കണം. അന്നവിടെ ഉണ്ടായ സംഭവങ്ങൾ വർണ്ണനാതീതമാണ്. പലരും അതിന് തയ്യാറായില്ല. പലരും പറഞ്ഞു, ഈ വീട് വിട്ടുതരുന്ന പ്രശ്നമില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും എങ്കിൽ നിങ്ങളെ തന്നെ അതിന്റെ ഉള്ളിൽ ഇട്ടിട്ട് തന്നെ ഞങ്ങൾ പൊളിക്കും എന്നൊക്കെ ഭീഷണി ഉണ്ടായി. ചുരുക്കി പറയട്ടെ സുഹൃത്തുക്കളെ, ചരിത്രം വളരെ വിശാലമാണ്. പലർക്കും സമ്മതമില്ലാതെ തന്നെ നബി കുടുംബത്തിലെ പലരുടെയും സമ്മതത്തിന് കാത്തു നിൽക്കാതെ ആ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീടിന്റെ മേൽക്കൂരയടക്കം ചുമരുകളൊക്കെ പൊളിച്ചിട്ട് ആ റസൂലുള്ളാഹിയുടെ ഖബറുള്ള സ്ഥലം തന്നെ, ആ റൂം തന്നെ ഇങ്ങോട്ട് പള്ളിയിലേക്ക് മാറ്റിയത് വലീദ് ഇബ്നു അബ്ദുൽ മലിക് എന്ന ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ്. സ്വഹാബത്ത് ജീവിച്ചിരിപ്പില്ല. അന്ന് വലീദ് ഇബ്നു അബ്ദുൽ മലിക് ഈ സംഭവം നടത്തുമ്പോ അവിടെ മദീനയിൽ അക്കാര്യം കാണാൻ ശരിയായ റിപ്പോർട്ട് പ്രകാരം ഒരൊറ്റ സഹാബിയും ജീവിച്ചിരിപ്പില്ല. സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാർ അതിനവർ എതിർപ്പ് രേഖപ്പെടുത്തി എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവും എതിർപ്പ് രേഖപ്പെടുത്തി എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. അങ്ങനെ പിന്നീട് സുഹൃത്തുക്കളെ, അങ്ങനെയാണ് ആ ഖബർ പള്ളിയിലേക്ക് വന്നത്. അപ്പോഴും അതിന്റെ മീതെ കുബ്ബയുണ്ടോ? കുബ്ബ എന്നാണ് ഈ ഖബറിന്റെ മീതെ വന്നത്. ആയിഷ ബീവിയുടെ ഹുജറയുടെ മീതെ കുബ്ബ വന്നത് ഏത് കാലത്താണ് സുഹൃത്തുക്കളെ? കേട്ടോളൂ, കൃത്യമായി മനസ്സിലാക്കിക്കോളൂ. ഇവരുടെ പ്രസിദ്ധീകരണത്തിൽ നിന്നാണ് വായിക്കുന്നത്. ഏത് കാലഘട്ടത്തിലാണ് കുബ്ബ വന്നത്? ഹിജ്റ 678-ൽ മൻസൂർ കലാവൂൻ സാലിഹ് ചക്രവർത്തിയുടെ താൽപര്യപ്രകാരമാണ് അദ്ദേഹം ഈ കൃത്യം നിർവഹിച്ചത്. അതിനു മുമ്പ് റൗള ഷരീഫിന് മുകളിൽ സാധാരണ തട്ട് മാത്രമായിരുന്നു നിലനിന്നിരുന്നത്. ഇനി സുഹൃത്തുക്കളെ, ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങൾ കേട്ടോളൂ. ഇസ്ലാമിക ഭരണം ഉസ്മാനിയ ഗോത്രക്കാരുടെ കരങ്ങളിൽ അർപ്പിതമായപ്പോൾ അവരും ആ പുണ്യഗേഹം പുതുക്കാനും കൂടുതൽ വിശാലമാക്കാനും തീരുമാനിച്ചു. ഹിജ്റ 10-ാം നൂറ്റാണ്ടിൽ സുൽത്താൻ മഹ്മൂദ് രണ്ടാമൻ റൗള ഷരീഫിന്റെ മുകളിലുള്ള പച്ച കുബ്ബ നിർമ്മിക്കുകയും ചെയ്തു. ഏത് കാലത്തായി കുബ്ബ വരുന്നതെന്നാ പറയുന്നത്? 13-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ സുൽത്താൻ അബ്ദുൽ മജീദ് ഒന്നാമൻ പള്ളിയിലെ പഴയ രൂപത്തിന് മാറ്റം വരുത്താതെ പുതുക്കുകയുണ്ടായി.
പിന്നീട് അപ്പപ്പോഴായി ചില ഭാഗങ്ങൾ പൊളിക്കുകയും നന്നാക്കുകയും ചെയ്യുന്ന രൂപത്തിൽ നടന്നു വന്നു. ഇങ്ങനെ നടന്നു വന്ന നിർമ്മാണം ഹിജ്റ 1265 ശേഷം ഇസ്ലാമിക കലകളോടുകൂടി പൂർണ്ണരൂപം കൊടുത്തത് തുർക്കി ഭരണകർത്താക്കളായിരുന്നു. അങ്ങനെ ഹിജ്റ 8-ാം നൂറ്റാണ്ടിൽ, ഹിജ്റ 7-ാം നൂറ്റാണ്ടിന്റെ മുമ്പ് മദീനത്ത് പച്ച കുബ്ബയില്ല, മദീനത്ത് കുബ്ബയില്ല. ഹിജ്റ 678 ആദ്യമായി കുബ്ബ പണിതത് എന്ന് കൃത്യമായി തന്നെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനി വായിക്കട്ടെ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുജറയ്ക്ക് മീതെ 2 കുബ്ബകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ചെറുതും അതിന് മീതെ മറ്റൊന്ന് വലുതുമായിട്ടാണ് ഇപ്പോഴും നിലകൊള്ളുന്നത്. ഇനി ശ്രദ്ധിച്ചോ, ഹിജ്റ 7-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഹുജറയ്ക്ക് മീതെ കുബ്ബകൾ ഉണ്ടായിരുന്നില്ല. പിൽക്കാലത്താണ് ഈ കുബ്ബയുണ്ടാക്കിയത്. ഇതൊന്നും ഇസ്ലാമിക നിയമത്തിലുള്ള കുബ്ബയല്ല. ചില രാജാക്കന്മാര് അവരുടെ ഇഷ്ടപ്രകാരം ാണ് ഈ കുബ്ബയുണ്ടാക്കിയത്. ഇത് റസൂലിന്റെ സഹാബത്ത് കണ്ടവരല്ല. താബീങ്ങൾ കണ്ടിട്ടില്ല, ഷാഫി ഇമാം കണ്ടിട്ടില്ല, ഹംബലി ഇമാം കണ്ടിട്ടില്ല, അബൂ ഹനീഫ ഇമാം കണ്ടിട്ടില്ല, മാലികി ഇമാം കണ്ടിട്ടില്ല. എത്രയോ കാലത്തിന്റെ ശേഷം 7-ാം നൂറ്റാണ്ടിലാണ് ജനങ്ങളെ മദീനത്ത് ഹുജറക്ക് മീതെ കുബ്ബയുണ്ടാക്കുന്നത്. അത് തന്നെ ഹിജ്റ 1265 ശേഷം അതിൽ ഇസ്ലാമിക കലകളോടുകൂടി അതിൽ പല എഴുത്തുകളും എഴുതി ചേർത്തിട്ടുണ്ട്, പല പദ്യങ്ങളും എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നും തന്നെ ഇസ്ലാമിൽ രേഖയല്ല. അത് റസൂലുള്ളാഹിയുടെ സഹാബത്ത് അറിഞ്ഞതല്ല, താബീങ്ങൾ അറിഞ്ഞതല്ല, തബഉ താബീങ്ങൾ അറിഞ്ഞതല്ല, ഇമാമിങ്ങളൊന്നും അറിഞ്ഞതല്ല. അതുകൊണ്ട് കണ്ടില്ലേ മദീനത്തെ കുബ്ബ കണ്ടില്ലേ, അത് കെട്ടാതെ പൊങ്ങിയതാണോ മൗലവി എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അത് റസൂലുള്ളാഹിയുടെ സഹാബത്ത് കെട്ടിയിട്ടില്ല, താബീങ്ങൾ കെട്ടിയിട്ടില്ല. പിൽക്കാലത്തുള്ള ചില രാജാക്കന്മാര് അവരുടെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും ചെയ്താൽ അത് ഇസ്ലാമിൽ രേഖയാണോ, അത് ഇസ്ലാമിൽ നമുക്ക് തെളിവാണോ? സുഹൃത്തുക്കളെ, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനി സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിലേക്ക് പോകുമ്പോ ഇന്ന് പല ആളുകളും പലരും പറയുന്നല്ലോ, ഔലിയാക്കന്മാരുടെ ഖബർ ചുംബിക്കാമെന്ന്, വിളക്ക് കൊളുത്താമെന്ന് പറയുന്നല്ലോ, ഖബർ ചുംബിക്കാമെന്ന് പറയുന്നല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ ആ മദീനത്തും മക്കയിലുമൊക്കെ ഖബറുകൾ കുമ്മായമിട്ടതായി ഞാൻ കണ്ടിട്ടില്ലെന്ന് ഷാഫി ഇമാം പറഞ്ഞിട്ടില്ലേ? ഹിജ്റ 150 ഹിജ്റ 150 ജനിക്കുകയും ഹിജ്റ 204 വഫാത്തായി പോവുകയും ചെയ്ത മഹാനായ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അല്ലുമ്മിൽ രേഖപ്പെടുത്തുന്നു, വലം അറ ഖുബൂറൽ മുഹാജിരീന വൽ അൻസാരി മുജസ്സസാ. മുഹാജിറുകളുടെയും അൻസാറുകളുടെയും, അവരല്ലേ സഹാബത്ത്, അവരുടെയൊന്നും ഖബറുകളെ തേച്ച് മിനുക്കപ്പെട്ടതായോ കുമ്മായമിട്ടതായോ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ മഹാനവറുകൾ പറയുന്നു, വഖദ് റഅയ്തു, ഞാൻ കണ്ടിരിക്കുന്നു, മിനൽ വുലാത്തി, ഗവർണർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഗവർണർമാരിൽ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്, മൻ യഹ്ദിമു ബിമക്ക, മക്കയിൽ അവർ പൊളിച്ചു നീക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, മായുബിനാ ഫിഹാ, അവിടെ അനധികൃതമായി കെട്ടിയുണ്ടാക്കിയ കെട്ടിടങ്ങൾ പൊളിക്കുന്നത് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഫലം മറൽ ഫുഖഹാ യഈബൂന ദാലിക, അന്ന് ജീവിച്ചിരിക്കുന്ന കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊന്നും അതിനാക്ഷേപിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെ പറഞ്ഞ ഷാഫി ഇമാമിന്റെ ഖബറിന്റെ മേൽ പോലും പിൽക്കാലത്ത് ആളുകൾ കുബ്ബയുണ്ടാക്കിയിട്ടുണ്ട്, പണ്ഡിതന്മാരത് പൊളിച്ചു നീക്കിയിട്ടുമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന് പരിചയമില്ലാത്ത മുഅല്ലാത്തിലും അതുപോലെ തന്നെ ബഖീലുമൊക്കെ പിൽക്കാലത്ത് പലരും പല ഖബറുകളും കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. അതൊക്കെയും ഭരണാധികാരികൾ പൊളിച്ചു നീക്കിയിട്ടുമുണ്ട് കൂട്ടരെ. ഇല്ലാത്തത് കെട്ടിപ്പൊക്കിയപ്പോ ഇസ്ലാമിനോട് കൂറുള്ള ഭരണാധികാരികൾ അതൊക്കെ പൊളിച്ചിട്ടുമുണ്ട്. ഇനി റസൂലുള്ളാഹിയുടെ മദീനത്തെ ആ ഖബർ സ്ഥിതി ചെയ്യുന്ന
ഭാഗത്ത് പോയി സന്ദർശിക്കുമ്പോൾ പോലും പാലിക്കേണ്ട മര്യാദകൾ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത് കൂടി എന്റെ ബഹുമാന്യരായ ശ്രോതാക്കൾ ശ്രദ്ധിച്ചോ. ഇമാം നവവി രേഖപ്പെടുത്തുന്നത് കേട്ടോ, വയുക്റഹു വെറുക്കപ്പെടുന്ന സംഗതിയാണ് മസ്ഹു ആ ഖബറിനെ തൊടലും തടവലുമൊക്കെ ബിൽ യദി കൈകൊണ്ട് തടവൽ കറാഹത്താണ്, വെറുക്കപ്പെട്ടതാണ്. വതഖ്ബീലുഹു ആ ഖബറിനെ ചുംബിക്കലും വെറുക്കപ്പെട്ടതാണ്. ബലിൽ അദബു പിന്നെ എന്താണ് അവിടെ കാണിച്ചേണ്ട മര്യാദ എന്താണ്? ബലിൽ അദബു അൻ യബുദ മിൻഹു വിട്ടു നിൽക്കണം, ദൂരത്തായി മാറി നിൽക്കണം. ലൗ ഹദറ ഫീ ഹയാതിഹി റസൂലുള്ളാഹിയുടെ ജീവിതകാലത്ത് എങ്ങനെ റസൂലുള്ളാഹിയുടെ അടുക്കൽ ഹാജരായാൽ വിട്ട് ബഹുമാനത്തോടെ നിൽക്കുമോ അതുപോലെ വിട്ടു നിൽക്കണം. ഇത് പറഞ്ഞിട്ട് നവവി ഇമാം പറയുന്നത് എന്റെ സാധാരണക്കാരൊന്ന് ശ്രദ്ധിച്ചു കേട്ടോ, ഹാദാ ഹുവസ് സ്വവാബ് ഇത് മാത്രമാണ് ശരി കേട്ടോ. വഹുവല്ലദീ ഖാലഹുൽ ഉലമാഉ ഇതാണ് പണ്ഡിതന്മാർ മുഴുവനും പറഞ്ഞിട്ടുള്ളത്. വാതുബഖു അലൈഹി അവരത് ഏകകണ്ഠമായി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഖബറിങ്ങൾ പോയാൽ ആ ഖബറിനെ തൊടരുത്, തടവരുത്, ചുംബിക്കരുത്, ഇതാണ് ശരി എന്ന് പറഞ്ഞിട്ട് നവവി ഇമാം പറയുന്നത് കേട്ടോ. വയൻബഗി അനിവാര്യമുള്ള സംഗതിയാണ് അല്ലാ യഗ്തറ ബികസീരിൻ മിനൽ അവാം സാധാരണക്കാരിൽ മഹാഭൂരിപക്ഷത്തിന്റെയും പ്രവർത്തനം കണ്ടിട്ട് നീ വഞ്ചിതനാവണ്ട. നവവി ഇമാമിന്റെ സങ്കടം രേഖപ്പെടുത്തുകയാണ്. എത്രയോ പറഞ്ഞു കൊടുത്തിട്ടും ഈ സാധാരണക്കാരെന്തേ ഫീ മുഖാലഫത്തിഹിമുൽ ഉലമാ പണ്ഡിതന്മാരെ ധിക്കരിച്ചുകൊണ്ട് സാധാരണക്കാർ അതിനെതിരായി തൊടുകയും മുത്തുകയും ഒക്കെ ഖബറുകളിൽ പോയിട്ട് ചെയ്യുന്നില്ലേ? പല ഖബറുകളിൽ പോയിട്ടും അത് പാടില്ലാത്ത സംഗതിയാണ്. വലാ യുൽതഫതു തിരിഞ്ഞു നോക്കുക പോലും ചെയ്യരുത്. ഇലാ മുഹദസാത്തിൽ അവാബ് സാധാരണക്കാര് ഉണ്ടാക്കിയ ഇത്തരത്തിലുള്ള നവീനവാദങ്ങളിലേക്ക് നീ തിരിഞ്ഞു നോക്കരുത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫൈനൽ ഇഖ്തിദാ വൽ അമൽ നീ പിൻപറ്റേണ്ടതും പ്രവർത്തിക്കേണ്ടതും പിൻപറ്റേണ്ടതുമായ സംഗതി തീർച്ചയായും ഇന്നമായ കൂനുബി അഖ്വാലിൽ ഉലമായി പണ്ഡിതന്മാരുടെ വാക്കുകൾ അവർ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുമ്പോ അതാണ് നീ പിൻപറ്റേണ്ടത്. ലാബി മുഹദസാത്തിൽ അവാം സാധാരണക്കാര് ഉണ്ടാക്കിയ പുതിയ വാദങ്ങളെ നീ പിൻപറ്റരുത്. അവരുടെ ജഹാലത്തിന്റെ പിന്നാലെ നീ പോകരുത്. വജഹാലത്തിഹിം എന്ന് പറഞ്ഞിട്ട് നവവി ഇമാം പറയാണ്, വലഖദ് അഹ്സന സയ്യിദുൽ ജലീൽ അബൂ അലിയുൽ ഫുളൈൽ ബിൻ ഇയാദ് പറഞ്ഞൊരു വാചകം സന്ദർഭമായിട്ട് നവവി ഇമാം രേഖപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, ഇത്തബിഉ തുറുഖൽ ഹുദാ നേർമാർഗത്തിന്റെ വഴിയിലേക്ക് നീ പിൻപറ്റിക്കോ. വലാ യദുറക നിനക്ക് ബുദ്ധിമുട്ടായി തോന്നരുത്. ഖില്ലത്തുസ് സാലികീൻ നേരിന്റെ മാർഗത്തിൽ പ്രവേശിച്ചവരുടെ കുറവ് നിന്നെ വഞ്ചിതനാക്കരുത്. ശരിയായ മാർഗത്തിലേക്ക് വരുന്ന ആളുകൾ എണ്ണം കുറവാണല്ലോ, അന്ധവിശ്വാസികളല്ലേ മഹാഭൂരിപക്ഷം എന്ന് വിചാരിച്ച് നീ ഒരിക്കലും വിഷമിച്ചു പോകരുത്. നീ ഒറ്റക്കാണെങ്കിലും നീ സത്യത്തിന്റെ കൂടെയേ നിൽക്കാവൂ. വഇയ്യാക വതുറുക്കൽ ളലാല വഴികേടിന്റെ മാർഗങ്ങളെ നീ സൂക്ഷിക്കണേ. അവസാനം പറയുന്നത് കേട്ടോ, വലാ തഗ്തറ ബികസറത്തിൽ ഹാലികീൻ നേരിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയി നശിച്ചു പോയിട്ടുള്ള ആളുകളുടെ ആധിക്യം കണ്ടിട്ട് നീ വഞ്ചിതനാവണ്ട. സത്യത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നോ എന്ന് നവവി ഇമാം രേഖപ്പെടുത്തുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിങ്ങൾ പോലും ഇതാണ് മര്യാദ പാലിക്കേണ്ടതെങ്കിൽ ഇന്ന് ഖബറിങ്ങൾ പോയി മുത്തുകയും തടവുകയും ചുംബിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഗതികൾ എന്തുമാത്രം അബദ്ധമാണ് എന്റെ സുഹൃത്തുക്കളെ. അപ്പൊ ഇതാപ്പോ റസൂലുള്ളാഹിയുടെ ഖബർ കെട്ടിയിട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നത്. ഇനി സുഹൃത്തുക്കളെ, ഇവർ ചോദിക്കുന്ന അടുത്ത് നമ്മൾ ചോദിച്ചൊരു ചോദ്യം, നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യം അത് ഇവിടെയും ചോദിച്ചിട്ടുണ്ട്. മക്കയിലും മദീനയിലും വിളക്ക് കത്തിക്കലുണ്ടോന്ന് നമ്മളെ ചോദ്യം എന്താ? ഖബറിങ്ങൾ എല്ലാ പ്രദേശങ്ങളിലും കാണാം, ബൾബും ട്യൂബും ഒക്കെ ഉണ്ടെങ്കിലും, മെർക്കുറിക്ക് ബൾബുകൾ ഉണ്ടെങ്കിലും, നല്ല സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും അവിടെയൊക്കെ വിളക്ക് കത്തിക്കുന്നുണ്ട്. കണ്ടിട്ടില്ലേ ഖബറിങ്ങളിലുള്ള വിളക്ക്? പല തട്ടുകളിലുള്ള വിളക്ക് എണ്ണത്തിരി കത്തിച്ച്, അതേപോലെ തന്നെ എണ്ണ ഒഴിച്ച് ആ നിലക്ക് ആദരവിനും ബഹുമാനത്തിനും വേണ്ടി കൊളുത്തുന്ന വിളക്ക്, ആ വിളക്ക് കത്തിക്കലുണ്ടോ എന്ന് ചോദിച്ചപ്പോ മുസ്ലിയാരുടെ മറുപടി നിങ്ങൾ രസകരമാണ് കേട്ടോളൂ. പിന്നെന്താ ചോദ്യോ?
പിന്നെ ചോദ്യം വിളക്കത്തിക്കലുണ്ടോ? പിന്നെ അവിടെ അല്ലല്ലോ ഇരുട്ടിലിരിക്കല. നിങ്ങളെ കണ്ണും മനസ്സും ഇരുട്ടായി പോയോ? അവിടെ വിളക്കത്തിക്ക, അത് ഇരുട്ടില്ല. നോക്കൂ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറാണ്, പച്ചപ്പട്ട വിരിച്ച ഖബറ്. ഞാൻ മിനിഞ്ഞാന്ന് വായിച്ചില്ലേ അറേബ്യയിൽ നിന്ന് ഇറങ്ങുന്ന പത്രം? അവിടെ അതാ ഖബറ്, അവിടെ അതാ നോക്കൂ, നന്നായിട്ട് മെഴുകുതിരി പോലെ വെച്ചിരിക്കുന്നതാ. നോക്കോ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുത്ത് ആ മെഴുകുതിരി വെച്ചിരിക്കുന്നു. ഞാൻ വായിച്ചില്ലേ അൽ മുസ്ലിമൂൻ പത്രത്തിൽ നിന്ന്. ആ അൽ മുസ്ലിമൂൻ വായിച്ചപ്പോഴാണ് ഇവർക്ക് തെറ്റിയത് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് 1400 കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു വായിച്ചില്ലേ. എന്താ വായിച്ചത്? നിങ്ങൾ ഇന്നലെ കേൾപ്പിച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചൊന്ന് കേട്ടോളൂ നിങ്ങൾ പിന്നീട്. ആ അൽ മുസ്ലിമൂൻ പത്രത്തെ പറ്റി എന്താ പറയലെന്നാണ്. ആ അൽ മുസ്ലിമൂൻ പത്രത്തിന്റെ ഓഫീസ് പൂട്ടിയിട്ടുണ്ട് സൗദി അറേബ്യയിൽ. പച്ച കളവെഴുതിയില്ലേ, റസൂലുള്ളാഹിയുടെ ഖബറിന്റെ മീതെ എന്താ കണ്ടത്, നിങ്ങൾ എഴുതിയതെന്ന് വായിക്കാം. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ എങ്ങനെയായിരുന്നു കേട്ടോളൂ. നിങ്ങളുടെ മാസികയിൽ നിന്നാ വായിക്കുന്നത്. പിന്നെ ആരാ അവിടെ കെട്ടിപ്പൊക്കിയത്, ആരാ വിളക്ക് കൊളുത്തിയത്, അത് നിങ്ങളാ മറുപടി പറയേണ്ടത്. പിൽക്കാലത്ത് പലരും അവിടെ തോന്നിയാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അള്ളാഹുവിന്റെ റസൂലോ സഹാബത്തോ ഉത്തരവാദികളല്ല. ഇതാ നിങ്ങൾ തന്നെ എഴുതിയത് കേട്ടോളൂ. ഖബറിന്റെ മീതെ ശ്രദ്ധിച്ചോളൂ, റസൂലുള്ളാഹിയുടെ ഖബറിന്റെ കാര്യമാ പറയുന്നത്. ഖബറിന്റെ മീതെ ചുകന്നതും വെളുത്തതുമായ ചരൽക്കല്ലുകൾ പാകി ഭൂമിയിൽ നിന്ന് ഒരു ചാട് ഉയർത്തുകയും ചെയ്തു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ കാര്യമാ പറയുന്നത്. അതിന്മേൽ പാകിയ ചരൽക്കല്ലുകളെ കുറിച്ച് വരെ എഴുതിയിട്ട് പറയുന്നു, ഭൂമിയിൽ നിന്ന് ഒരു ചാട് ഉയർത്തുകയും ചെയ്തു. അതാ സഹാബത്ത് ചെയ്തത്. പിന്നെ പിൽക്കാലത്ത് പിന്നെ എന്തൊക്കെ ചെയ്തു ഇനി കേട്ടോളൂ. ആ കാലത്ത് തന്നെ എന്തൊക്കെയാ നടന്നത് എന്ന് പറയാണ്. ശരിയായ നിരക്കുള്ള കാര്യങ്ങൾ കേട്ടോ, അന്ന് നടന്ന ശരിയായ കാര്യങ്ങൾ. പിന്നെ കൈക്കോട്ട് ബ്രാക്കറ്റിൽ മൺവെട്ടികൾ കൊണ്ട് വേഗത്തിൽ മണ്ണ് വെട്ടി മൂടണം. ഖബറിന്റെ മഹത്വം നിലനിർത്താൻ വേണ്ടിയും അത് സിയാറത്ത് ചെയ്യാൻ ഖബറാണെന്നറിയാൻ വേണ്ടിയും ഒരു ചാണ് ഉയർത്തപ്പെടാവുന്നതാണ്. സാധാരണ ഖബറിന്റെ കാര്യം പറയാണ്, ഒരു ചാണ് ഉയർത്തപ്പെടാവുന്നതാണ്. ഇനി കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഒരു ചാണ് ഉയർത്തപ്പെട്ടു എന്ന് ജാബിർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇബ്നു ഹിബ്ബാൻ നിവേദനം ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ നിന്നാണ് വായിക്കുന്നത്. ഇനി കേട്ടോ, ഖബറിന്റെ മുകൾ ഭാഗം കൂർപ്പിച്ച് ഉയർത്തുന്നതിനേക്കാൾ ഉത്തമം മുകൾ ഭാഗം പരത്തുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഖബർ അങ്ങനെ പരത്തപ്പെട്ടിരുന്നു. റവാഹു അബൂ ദാവൂദ് എന്ന് പ്രസിദ്ധീകരണത്തിൽ നിങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്. ആ നിലക്ക് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇനി സുഹൃത്തുക്കളെ, അവിടെ വിളക്ക് കത്തിക്കുന്ന രൂപത്തെ സംബന്ധിച്ചിടത്തോളം ഈ അൽ മുസ്ലിമൂൻ പത്രമടക്കമുള്ള ചില പത്രങ്ങളിലൊക്കെ അവിടത്തെ സംബന്ധിച്ച് പല റിപ്പോർട്ടുകളും വന്നപ്പോ ജിദ്ദയിലെ പണ്ഡിതന്മാര് പ്രതികരിച്ചത് പത്രത്തിൽ ഇവിടുത്തെ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. കേട്ടോളൂ. ഉദാഹരണത്തിന് ഒരു ഭാഗം മാത്രം ഞാൻ നിങ്ങളെ ഒരു ബോക്സ് ന്യൂസിൽ വന്നൊരു വാർത്ത കേൾപ്പിക്കുന്നു. പ്രവാചകന്റെ ഖബറിടത്തിലെ പുതപ്പിലേലം തട്ടിപ്പ് എന്ന ഹെഡിങ്ങോടുകൂടി ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കട്ടെ. ജിദ്ദയിൽ നിന്നാണ് റിപ്പോർട്ടുള്ളത്. പ്രവാചകന്റെയും ഒന്നാം ഖലീഫ അബൂബക്കറിന്റെയും ഖബറിന്റെ മുകളിലെ പുതപ്പ് ജിദ്ദയിൽ ലേലം ചെയ്യുമെന്ന് ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത വാസ്തവ വിരുദ്ധമാണെന്ന് ഇരു ഹറം പരിപാലന സമിതി വ്യക്തമാക്കി. മക്കത്തെയും മദീനത്തെയും ഹറമുകൾ പരിപാലിക്കുന്ന ആ സമിതി വ്യക്തമാക്കിയിട്ടുണ്ട്. ജനങ്ങളെ വഞ്ചിക്കാനും പണം തട്ടാനുമുള്ള ദുഷ്പ്രചരണമാണിത്. പ്രവാചകന്റെ ഖബറിടത്തിൽ ഒരു കാലത്തും പുതപ്പുണ്ടായിരുന്നില്ല. ആദ്യകാലം മുതൽ 2 ചുമരുകൾക്കുള്ളിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഒരാൾക്കും അത് കാണാൻ സാധിക്കില്ല. അത് കെട്ടിപ്പൊക്കുകയോ അതിന്മേൽ കുടീരം നിർമ്മിക്കുകയോ ചെയ്തിട്ടില്ല. അത് ഭൂമിയുമായി ചേർന്ന് ചരക്കല്ലുകളാൽ നിരപ്പായി കിടക്കുകയാണ്. സൗദി അറേബ്യയുടെ സ്ഥാപകൻ അബ്ദുൽ അസീസ് രാജാവ് മക്കയിലും മദീനയിലും പ്രവേശിച്ചത് മുതൽ അവിടുത്തെ എല്ലാ വസ്തുക്കളും സൂക്ഷിച്ചിട്ടുണ്ടെന്നും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നും പ്രസ്താവനയിൽ തുടർന്നു. ഇത് മാധ്യമം പത്രത്തിൽ 2005 ഒക്ടോബർ 11 റിപ്പോർട്ട് ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ്. ഒരു ബോക്സ് ന്യൂസായി വന്ന റിപ്പോർട്ടാണ് നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. ഇനി പിൽക്കാലത്ത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ തന്നെ അത് റസൂലിന്റെ സഹാബത്തിന്റെ അക്കൗണ്ടിൽ എങ്ങനെയാ രേഖപ്പെടുത്തുന്നത്? ഇമാമിങ്ങളുടെ അക്കൗണ്ടിൽ എങ്ങനെയാ രേഖപ്പെടുത്തപ്പെടുന്നത്? പിൽക്കാലത്ത് ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തു എന്നല്ലാതെ ഞാൻ നിങ്ങളോട് ചോദിച്ചത് ആദരവിന് വേണ്ടി വിളക്ക് കത്തിക്കാൻ പറ്റുമോ എന്നാണ്. ആദരവിന് വേണ്ടിയല്ലേ നിങ്ങൾ വിളക്ക് കത്തിക്കുന്നത്? അപ്പൊ മൂപ്പര് ചോദിക്കുക, പിന്നെ അവിടെ ഉള്ളവരൊക്കെ ഇരുട്ടത്തിരിക്കുക? മാത്രല്ല മൂപ്പര് പറഞ്ഞ്
അവിടെ വിളക്ക് എത്തിക്കാൻ ഉദ്യോഗസ്ഥന്മാരെ വരെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ, അവിടുത്തെ ലൈറ്റ് സ്വിച്ച് ഇടാനേ, മദീനത്തെ പള്ളിയിൽ സ്വിച്ച് ഇടാൻ അവിടെ ജോലിക്കാരുണ്ടല്ലോ. അപ്പൊ അവിടെ വിളക്ക് കത്തിക്കാൻ ഉദ്യോഗസ്ഥന്മാരെ വരെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാ മൂപ്പര് പറയുന്നത്. എന്തിനാണ് ഈ വഞ്ചന? അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിൽ ഇങ്ങനെ വിളക്ക് കത്തിക്കുന്നുണ്ടോ? നിങ്ങൾ ഇന്ന് എത്ര സ്ഥലത്ത് വിളക്കുകൾ കത്തിക്കുന്നുണ്ട്? എത്രയോ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് ജാറങ്ങളിൽ കാണുന്ന വിളക്കുകളുടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സുഹൃത്തുക്കളെ. എത്രയെത്ര ദൃശ്യങ്ങളാണ് ഇന്ന് ആളുകൾ ജാറങ്ങളിൽ നിന്ന് കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് വിളക്ക് കത്തിക്കുന്നതിന്റെ വിധി എന്താണ് സുഹൃത്തുക്കളെ? നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു പഠിക്കണം. മഹാന്മാരായ പണ്ഡിതന്മാരെന്താണ് രേഖപ്പെടുത്തിയത്? വിളക്ക് കത്തിക്കാമോ? നിങ്ങൾ കേട്ടോ, വളരെ വലിയ വൻകുറ്റത്തിൽപ്പെട്ടതാണ് ഇത്തിഹാദുൽ ഖുബൂരി മസാജിദ. സവാജിറിൽ നമുക്ക് കാണാം, ഇബ്നു ഹജറുൽ ഹൈതമിയുടെ സവാജിറിൽ കാണാം, അൽ കബീറത്തു സാലിസത്തു വത്തിസ്ഊൻ, 93ാമത്തെ വൻപാപമായിട്ടുണ്ടെന്നു ഇത്തിഹാദുൽ ഖുബൂരി മസാജിദ, ഖബറുകളെ ആരാധനാ സ്ഥലങ്ങളാക്കി മാറ്റൽ, വൈഖാദുസ് സുറുജി അലൈഹാ, അതിന്മേൽ വിളക്ക് കൊളുത്തൽ, വത്തിഹാദുഹാ ഉസാന, അവയെ ബിംബങ്ങളായി സ്വീകരിക്കൽ, വത്തവാഫു ബിഹാ, അവയെ തവാഫ് ചെയ്യലും, വസ്തിലാമുഹാ, അവയെ വന്ദിക്കലുമൊക്കെ വൻപാപങ്ങളിൽ പെട്ടതാണെന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലേ? അത് ശപിക്കപ്പെടുന്ന ഏർപ്പാടല്ലേ? ആദരവിന് വേണ്ടി മക്ബറകളിൽ വിളക്ക് കത്തിക്കുന്ന സമ്പ്രദായം അത് പാടില്ലാത്തതാണ്. മാത്രമല്ല, ഇങ്ങനെ അഗ്നിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ അഗ്നി കത്തിക്കുകയും തീ കത്തിക്കുകയും അതുകൊണ്ട് ആളുകളെ ഒഴിയുകയും, സ്ത്രീയായാലും വേണ്ടില്ല പുരുഷനായാലും വേണ്ടില്ല, ജാറത്തിങ്കൽ പോയിട്ട് ഇങ്ങനെ വിളക്ക് കൊണ്ട് പെണ്ണുങ്ങളെ ഒഴിയുകയും, അതുപോലെ തന്നെ തേങ്ങയുടെ മുകളിൽ ഒരു തിരി കത്തിച്ച് വെച്ചിട്ട് അതുകൊണ്ട് പെണ്ണിനെ ഒഴിയുകയും, എന്നിട്ട് ആ തേങ്ങ കൊണ്ട് മുട്ടറുക്കുകയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങളും നിലവിളക്ക് കൊളുത്തുന്ന രംഗങ്ങളുമൊക്കെ നിങ്ങൾക്ക് കേരളത്തിലെ പല മക്ബറകളിലും കാണാം. അതാ ഞാൻ നിങ്ങളോട് ചോദിച്ചത്, അത് മദീനത്ത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ഇത് ഇസ്ലാമിന്റെ നിയമമല്ലേ? അത് റസൂലുള്ള വിചോദിച്ച സംഗതിയല്ലേ? നിങ്ങൾക്ക് കാണണോ ഈ ദർഗകളിലൊക്കെ നടക്കുന്ന ഏർപ്പാടുകൾ? ഇത് ശപിക്കപ്പെട്ട ഏർപ്പാടല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ, ഒന്ന് കണ്ട് മനസ്സിലാക്കിക്കോളൂ. بسم الله الرحمن الرحيم. يا جبرائيل يا رقيا يا ميكائيل يا بشرائيل يا مغيث يا احمر يا فرقان يا سمر يا زبعة يا ميمون يا عباس يا جبرائيل يا رقيا يا ميكائيل يا بشرائيل يا مغيث يا احمر يا فرقان يا سمر يا زبعة يا ميمون يا عباس يا نعمهم بريدا. بسم الله بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. തേങ്ങ പൊട്ടാൻ പോവാണ്. എരിച്ചോളി ഒഴിഞ്ഞ തേങ്ങ പൊട്ടാൻ പോവാണ്. അതാ റെഡിയാണ്. റെഡി, 1 2. ആദാ പൊട്ടല് പൊട്ടി. അടുത്ത മന്ത്രം കണ്ടോ? ധാരാ പച്ചന്റെ ഉള്ളിൽ ആരാണ് നോക്കിക്കോ, അടിയിൽ നോക്കിക്കോ. കൈയടിക്കരുത്, കൈയടിക്കരുത്. يا جبرائيل يا رقيائيل يا ميكائيل يا بشرائيل يا مدرب يا احمر يا بركان يا سمرس يا زبعة يا من. بسم الله الرحمن الرحيم. إنما تنذر من اتبع الذكر واخشى الرحمن بالغيب واسمه وجل كريم. إنا نحن نحيي الموتى ونكتب ما قدموا. കണ്ടില്ലേ എന്താ ചെല്ലുന്നത്? യാ ബുർക്കായില മിടുക്കായില പുടുക്കായില മീക്കായിൽ വിളിക്കുക. ഇതാ മന്ത്രം. എന്നിട്ട് തേങ്ങ കൊണ്ട് ഇങ്ങനെ യാ ജിബ്രീൽ യാ മീക്കായിൽ യാ ഇസ്രാഫീൽ യാ അസ്റായിൽ യാ മുടുക്കായിൽ യാ പുടുക്കായിൽ യാ കിടുക്കായിൽ. കേട്ടില്ലേ നിങ്ങള്? എന്താണ് ഈ പറയുന്നത്? ഒരു മന്ത്രാണ്. അത് കഴിഞ്ഞിട്ട് അപ്പ ഇബ്ലീസ് തോന്നിപ്പിച്ചു എന്ത്? ഇത് മാത്രം പറഞ്ഞാൽ ചിലപ്പോ ആൾക്കാർ വഞ്ചിതനാവൂല, അതുകൊണ്ട് ഒരു കുൽഹുവല്ലി അടിച്ചേക്ക്.
പിന്നെ അത് കഴിഞ്ഞേക്ക് ജിബ്രായീൽ, മീകായീൽ, കുടുക്കായീൽ, പിന്നെ ഇതാ തേങ്ങ കൊണ്ടുപോയിട്ട് പൊട്ടിക്കലും റെഡിയാക്കലും. ഇത് അന്യ പെണ്ണ് ഇവിടെ ഹിജാബും മറയുന്നില്ല. അമ്പംകുന്നിലെ ദൃശ്യമായി കണ്ടത് ആരാ? അമ്പംകുന്നിലെ ഔലിയപ്പാപ്പാടെ ദർഗീലത്തെ രംഗാ കണ്ടത് ആരാ? അമ്പംകുന്ന്. അന്തല്ലദീ അല്ലംതനാ ലാ ശജറ ഇല്ലല്ലാഹ്, അന്തല്ലദീ അല്ലംതനാ ലാ ഹജറ ഇല്ലല്ലാഹ്. ലാ ശജറ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ മരം ഇല്ലല്ലാഹ്, ലാ ഹജറ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ കല്ല ഇല്ലല്ലാഹ്. പഠിപ്പിച്ച ഔലിയപ്പാപ്പാടെ ജാറത്തിൽ നടക്കുന്ന പരിപാടിയായി ഈ കണ്ടത്. പിന്നെ വിളക്ക് കൊളുത്തുന്ന രംഗങ്ങളിലെ കൃത്യമായി പോയി വിളക്ക് കൊളുത്തുന്ന രംഗങ്ങളൊന്ന് കണ്ടോളൂ. കൃത്യമായി കാണാം നിങ്ങൾക്ക് വിളക്ക് കൊളുത്തൽ എന്താ പരിപാടി. അതാ കണ്ടോ, എത്ര ഭവ്യതയോടുകൂടി ചന്ദനത്തിരി കത്തിച്ച് കൊണ്ടുപോയിട്ട് വിളക്ക് ഇങ്ങനെ കാരണം ഊതിക്കെടുത്താൻ പാടില്ല. അപ്പൊ ഇങ്ങനെ 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 ആട്ടി അതിങ്ങനെ തിരി കത്തിച്ച് വളരെ ഭവ്യതയോട് കിടന്നത്. ഇത് കറുത്തതങ്ങൾ ജാറത്തിലാണ് നടക്കുന്നത്. കറുത്തതങ്ങളാണ്, വെളുത്തതങ്ങളല്ല. കറുത്തതങ്ങളാവാൻ വേറൊരു കഥ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞുതരാം. ഈ കറുത്തതങ്ങളെ വലിയൊരു പോരിശുണ്ട്. എന്താണെന്നറിയോ? ഈ കറുത്തതങ്ങള് മൂപ്പര വലിയ കറാമത്ത് എന്താണെന്നറിയോ? മൂപ്പരൊരു സിനിമ ഹാളിൽ സിനിമ കാണാൻ കയറി. സിനിമ കാണാൻ കയറിയപ്പോ ടിക്കറ്റ് ഇല്ലാതെ കയറിയത്. ഇപ്പൊ പിടിച്ചു പുറത്താക്കി. ടിക്കറ്റ് ഇല്ലാതെ ഞാൻ പറ്റൂല എന്നറിയും. അപ്പൊ മൂപ്പര അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നിട്ട് പിന്നെ സിനിമ ഓടി നോക്കുമ്പോ തല തിരിഞ്ഞിട്ടാ ഓടുന്നത്. അവസാനം കാണേണ്ട രംഗം ആദ്യം അങ്ങനെ തല തിരിഞ്ഞിട്ടാ സിനിമ ഓടുന്നത്. അപ്പൊ ആകെ കൂടി പരിശോധിച്ച് നോക്കുമ്പോ എന്താണ്? കറുത്ത തങ്ങളെ പുറത്താക്കിയ കുരുത്തക്കടാണ് എന്നാണ്. മൂപ്പരോട് പോയിട്ട് വേഗം തെറ്റും മാപ്പൊക്കെ പറഞ്ഞ് ആ മാപ്പപേക്ഷിച്ചപ്പോ സിനിമ പഴയ രൂപത്തിൽ ഓടീനാണ്. അവിടെ നാട്ടുകാരോട് പോയി ചോദിച്ചാൽ അറിയാൻ സാധിക്കും. ഇതിലും അതുണ്ട്. ഇയാളോടൊരു അഭിമുഖം നടത്തുന്നുണ്ട്. അയാൾ ആ ആശയം പങ്കുവെക്കുന്നുണ്ട്. അത് ഞാൻ ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ കാണിക്കുന്നില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഈ രൂപത്തിലുള്ള വിളക്ക് കൊളുത്തലും ആചാരങ്ങളും പരിപാടിയൊക്കെ നമ്മൾ ചോദിക്കുന്നത് അതിന് മദീനത്തെ പള്ളിയിൽ ലയിച്ചിടാൻ ആളെ ഏൽപ്പിച്ചിട്ടില്ലേ? അവിടെ വിളക്കുണ്ട്, പിന്നെ അവിടെ ആൾക്കാർ ഇരുത്തില്ല. ഇതൊക്കെ ആരെ പറ്റിക്കാനാണ് പേരോടെ ഈ ചോദ്യമൊക്കെ? അപ്പൊ സുഹൃത്തുക്കളെ, ഈ നിലക്കുള്ള ഒരുപാട് കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇനിയും ഏതാനും ചില കാര്യങ്ങൾ കൂടി ഇന്ന് പറയണമെന്ന് ഉദ്ദേശിച്ചിരുന്നു. സമയം കുറച്ച് വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ ഇന്ന് തീർക്കണം എന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പൊ സാധിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇനിയും ബാക്കിയുള്ള ചില വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നാളെ നമ്മുടെ പ്രഭാഷണത്തിന്റെ അവസാനത്തെ ദിവസമാണ്, നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനുൽ ഇസ്ലാം നമ്മളോട് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ പറഞ്ഞതെങ്കിൽ അതേ നിലക്ക് ഉൾക്കൊള്ളുക എന്ന ഒരു സദുദ്ദേശത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഇതെല്ലാം അവതരിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരുന്നതുപോലെ, അവന്റെ പ്രവാചകന്മാർ നമുക്ക് പഠിപ്പിച്ചിരുന്നതുപോലെയുള്ള വിശ്വാസങ്ങളിൽ ശിഷ്യ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ആ സൽപാന്താവിലൂടെ നാം ജീവിച്ച് മുന്നേറുക. അർഹമർ റഹീമീനായ തമ്പുരാൻ നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. سبحانك اللهم ربنا وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على خير خلقه نبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.